പ്രൈസ് ദി ലോർഡ്. നിങ്ങളെല്ലാവരെയും കൂടെ ഒരു പ്രാവശ്യം കൂടെ കാണാനായിട്ട് കർത്താവ് സഹായിച്ചില്ല, അതിനായിട്ട് നന്ദി പറയുന്നു. നിങ്ങളെല്ലാവരും സന്തോഷമായിട്ടും സുരക്ഷിതമായിട്ടും ഇരിക്കുന്നു എന്ന് അറിഞ്ഞതിൽ ദൈവത്തെ സ്തുതിക്കുന്നു. നമ്മൾ ഇന്ന് ദൈവത്തിൻ്റെ വചനം നമ്മുടെ ഹൃദയത്തിൽ കേൾക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ സ്ഥായിയായിട്ടുള്ള ചില കാര്യങ്ങൾ നടക്കണം എന്നുള്ളതാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന കാര്യം. നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് ഞാൻ സംസാരിച്ച കാര്യം ബലഹീനതയെക്കുറിച്ചായിരുന്നു. നമ്മൾ ശരിക്ക് ബലഹീനമാക്കപ്പെടുക എന്നുള്ളൊരു കാര്യത്തിലെ ഉദ്ദേശത്തോടെയാണ് ദൈവം എല്ലാ സാഹചര്യങ്ങളും നമ്മുടെ ജീവിതത്തിലേക്ക് അയക്കുന്നത്. അതിപ്പം യുദ്ധമായാലും കൊള്ളാം, ജോലി നഷ്ടപ്പെടുന്നതായാലും കൊള്ളാം, ജോലി കയറ്റം കയറുന്നതായാലും കൊള്ളാം, വാട്ട് എവർ ഇറ്റ് ഈസ്. എല്ലാറ്റിലും എൻ്റെ ഒരു ബലത്തെ കണ്ടെത്തി, എൻ്റെ ഒരു ആശ്രയബോധത്തെ കണ്ടെത്തി, ഞാൻ എവിടെയാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതെന്ന് കാണിച്ചു തന്ന് അതിൽ നിന്നെല്ലാം വിടുവിച്ച് കൊണ്ടുപോകുക എന്നുള്ളതാണ് ദൈവത്തിൻ്റെ ലക്ഷ്യം. ഒരു മനുഷ്യൻ്റെ ബലഹീനതയിൽ മാത്രമേ ഉള്ളൂ ദൈവത്തിൻ്റെ ശക്തി തെളിഞ്ഞു വരാനായിട്ട് പറ്റുള്ളൂ, അല്ലെങ്കിൽ ദൈവത്തിന് തന്നെ വെളിപ്പെടുത്താനായിട്ട് പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെയുള്ള ഒരു ജീവിതത്തെക്കുറിച്ചാണ് നമ്മൾ കഴിഞ്ഞ ദിവസം ഷെയർ ചെയ്തത്. നമുക്ക് വചനം നമ്മുടെ ഹൃദയത്തിൽ കൈക്കൊണ്ടവർ എന്നൊരു വാക്കുണ്ട്, റിസീവ് ചെയ്തവർ. യോഹന്നാന്റെ സുവിശേഷത്തിൽ 1:12 എഴുതിയിട്ടുണ്ട്, അവനെ കൈക്കൊണ്ട് അവൻ്റെ നാമത്തിൽ വിശ്വസിച്ച ഏവർക്കും. കൈക്കൊള്ളുക എന്ന് പറഞ്ഞൊരു കാര്യവും ദൈവവചനത്തോട് ഞാൻ യേശു പറയുന്നതും അത് ശരിയാന്ന് പറയുന്നതും പുറമെ ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറയുന്നതും എന്ന് വെച്ചാൽ അകത്തേക്ക് അതിനെ കൈക്കൊള്ളാതെയുള്ളൊരു വിശ്വാസമുണ്ട്, കൈക്കൊണ്ടുകൊണ്ടുള്ളൊരു വിശ്വാസമുണ്ട്. കൈക്കൊള്ളാതെയുള്ള വിശ്വാസം എന്ന് പറയുന്നത് അത് ഞാൻ ശരിയാന്ന് ഞാൻ പറയുക, അതിന് എനിക്ക് യാതൊരു ഡിസഗ്രിമെൻറ്റും ഇല്ല, ദാറ്റ് ഈസ് ദ തിങ് എന്നൊക്കെ പറയുന്ന അതാണ്, ആ ഒരു ലെവലാണ്. ആ ലെവൽ കൊണ്ട് നമുക്ക് ദൈവപുത്രത്വത്തിൻ്റെ ഒരു അധികാരം നമുക്ക് കിട്ടത്തില്ല, അല്ലെങ്കിൽ സ്പിരിച്വൽ അതോറിറ്റി നമ്മുടെ ലൈഫിൽ ഉണ്ടാവത്തില്ല. സ്പിരിച്വൽ അതോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരുളിനെ വാഴാനുള്ള അധികാരമാണ്. അത് പിശാചിനെ പുറത്താക്കിയ അധികാരം കിട്ടിയത് കൊണ്ടും സ്വർഗത്തിൽ എത്തണമെന്നില്ലല്ലോ. നമ്മൾ തന്നെ യേശു തന്നെ പറഞ്ഞല്ലോ, അവൻ എൻ്റെ നാമത്തിൽ പല കാര്യങ്ങൾ ചെയ്തതാണെന്ന് ഞാൻ ഡിനേ ചെയ്യുന്നില്ല, പക്ഷെ എനിക്കറിയില്ല എന്ന് പറഞ്ഞു നിങ്ങളെ. അപ്പം നമുക്ക് ഈ ഗിഫ്റ്റിൽ ഓപ്പറേറ്റ് ചെയ്യുന്ന ഒരു അതോറിറ്റി അല്ല വേണ്ട, ഹീലിങ്ങിൻ്റെ അതോറിറ്റി അങ്ങനെയുള്ള ഒരു അതോറിറ്റി അല്ല, മറിച്ച് ഇരുളിൻ്റെ ശക്തികളെ കീഴ്പ്പെടുത്താനുള്ള ഒരു ആത്മീയ അധികാരത്തോടുകൂടെ ഈ ഭൂമിയിൽ ജീവിക്കണമെന്നാണ് ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അതിന് ബലഹീനമാക്കപ്പെട്ടേ മതിയാവുള്ളൂ, വേറെ ഒരു മാർഗം നമ്മുടെ മുമ്പിലില്ല. ആ ബലഹീനതയിലേക്ക് നമ്മൾ എത്ര കണ്ട് പോകാൻ മനസ്സ് വെക്കുന്നോ അത്ര കൊണ്ട് ദൈവത്തിന് തൻ്റെ ശക്തി നമ്മുടെ ഉള്ളിൽ തരാനായിട്ട് കഴിയും. ദൈവവചനത്തെ നമ്മുടെ കുഞ്ഞുങ്ങളോട് പറയുമ്പോഴാണേലും ഒരു ആത്മീയ അധികാരത്തോടെ അത് പറയാനായിട്ട് പറ്റും. ആത്മീയ അധികാരത്തോടെ പറയാന്ന് പറഞ്ഞാൽ ചലനമുളവാക്കുന്ന രീതിയിൽ അത് അവരുടെ ഹൃദയങ്ങളെ പിടിക്കാനിടയായിത്തീരും. അത് വെളിച്ചമായിത്തീരും എന്ന് വെച്ചാൽ അത് ഇരുളിൽ പ്രകാശിക്കുന്ന വെളിച്ചം. ഇരുളിൻ്റെ മുമ്പിൽ വെളിച്ചം പ്രകാശിക്കുമ്പോൾ ഒരിക്കലും ഇരുളിന് അതിനെ കീഴടക്കാൻ പറ്റത്തില്ല, ഇരുള് ഓടിപ്പോവുകയുള്ളൂ. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ നിന്നും സ്പിരിച്വൽ അതോറിറ്റിയിലാണ് ഈ വെളിച്ചം ഉള്ളത്. ആ ആത്മീയ അധികാരം, ഒരു വചനത്തിൻ്റെ അധികാരം എൻ്റെ ജീവിതത്തിൽ ഞാൻ കൈക്കൊള്ളുമ്പം, ഉള്ളിലേക്ക് സ്വീകരിക്കുമ്പോൾ, അതിനോട് ഞാൻ ആമയം പറയുമ്പോൾ, അതെൻ്റെ ഹൃദയത്തിൽ ഏറ്റെടുക്കാനായിട്ട് ഞാൻ എന്നെ തന്നെ ബലഹീനമാക്കാനായിട്ടുള്ള വഴി ഞാൻ തിരഞ്ഞെടുക്കുമ്പോൾ അതിൻ്റെ അധികാരം എൻ്റെ ജീവിതത്തിൽ വരും. അന്നേരം എനിക്ക് അത് മറ്റുള്ളവർക്കും കൂടെ അത് ഒരു അനുഗ്രഹമായി തീരാൻ പറ്റും. എൻ്റെ ചുറ്റുപാടുകളിലും വ്യാപരിക്കുന്ന വ്യാപാരം എന്ന് പറയുമ്പോൾ ലോകത്തിൻ്റെ ആ ഒരു ഒഴുക്ക്, അതിൻ്റെ ശക്തിയെയും നിർവീര്യമാക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ അതിനെ ഇല്ലാതാക്കാൻ, അതങ്ങ് ഓട്ടോമാറ്റിക്കലി ഇല്ലാതെ ആയിക്കോളും. ഇരുള് നീക്കാനായിട്ട് നമ്മൾ പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, നമ്മുടെ ഒരു വിളക്ക് കത്തിച്ചാൽ മതി. അപ്പം പണ്ടൊരു ചൊല്ലിങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരു ഇരുട്ടിനെ ശപിക്കാതെ ഒരു മെഴുകുതിരി കത്തിക്കൂ സഹോദരാന്ന്. അപ്പം നമുക്ക് വേണമെങ്കിൽ ഒത്തിരി കാര്യങ്ങളെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ടിരിക്കാം. ചർച്ചിനെ കുറ്റം പറയാം, സഹോദരന്മാരെ കുറ്റം പറയാം, വചനം പറയുന്നവരെ കുറ്റം പറയാം, പാട്ട് പാടുന്നവരെ പറയാം, അങ്ങനെ എവിടെ നോക്കിയാലും നമുക്ക് തന്ന ജീവിത പങ്കാളിയെ കുറ്റം പറയാം, കുഞ്ഞുങ്ങളെക്കുറിച്ച് കുറ്റം പറയാം, സാഹചര്യത്തെക്കുറിച്ച് കുറ്റം പറയാം, ജോലി ഇങ്ങനെ തിരക്കുള്ളതായതുകൊണ്ടാണെന്ന് പറയാം. എല്ലാറ്റിനും പരാതി പറഞ്ഞ് നമ്മുടെ ജീവിതത്തിൽ അവസാനം ഇരുളിങ്ങനെ കൂടുതൽ വർദ്ധിച്ചു വരികയുള്ളൂ. അതേസമയം ഒരു മെഴുകുതിരി കത്തിച്ചാൽ ആ ഇരുള് എത്ര വലുതാണെങ്കിൽ പോലും അതിന് കീഴടക്കാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ അതുപോലെ ഒരു ശപിക്കാതെ ഒരു വിളക്ക് കത്തിക്കൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതായത് കർത്താവിൻ്റെ ഒരു ആത്മാവിനെ
ഉള്ളിലേക്ക് സ്വീകരിക്കുക, കൈക്കൊള്ളു, അതിനൊരു മനസ്സ് വെക്ക്, അത് ഹൃദയത്തിലേക്ക് ഒന്ന് ഏറ്റെടുക്ക്, അതിനുവേണ്ടി ഒന്ന് കീഴ്പ്പെടുത്തി കൊടുക്കുക. അതിൽ ഒരല്പം നാണക്കേട് ആദ്യം ഉണ്ടാവുമെങ്കിലും പിന്നീട് നമ്മൾ വിജയശ്രീ ലാളിതനായിട്ട് കോൺകർ ചെയ്യുന്നതിനായിട്ട് നമ്മൾ പുറത്തു വരും. അകത്ത് നമുക്കറിയാം ഞാൻ പുറമേയുള്ള എൻ്റെ മനുഷ്യൻ ക്ഷീണിച്ചുകൊണ്ടായിരിക്കുന്നതെങ്കിലും അകത്തുള്ള മനുഷ്യൻ അതിശക്തിയോടെ എന്താ പറയണ്ട, ദൈവത്തിൻ്റെ ആത്മീയ അധികാരങ്ങളോടുകൂടിയും അദൃശ്യ ലോകത്തിലെ ശക്തികളുടെ നേരെയൊക്കെ ആത്മീയ അധികാരത്തോടെ തന്നെയാണ് നിലനിൽക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് കഴിയും. അതിനെ എന്നെ തൊടാൻ പറ്റത്തില്ല. അങ്ങനെയുള്ള ഒരു അധികാരമുള്ള വ്യക്തിയായിട്ടാണ് ഓരോ ക്രിസ്ത്യാനിയും ജീവിക്കണം ദൈവം ആഗ്രഹിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു ലൈഫിലേക്ക് ദൈവം നമ്മളെ കൊണ്ടുവരട്ടെ. നമുക്ക് ഇന്നത്തെ വചനത്തിൻ്റെ കേൾവിയും അതിനായിട്ട് നമ്മളെ സഹായിക്കട്ടെ. കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതിനോടുള്ള ബന്ധത്തിൽ തുടർച്ചയായിട്ട് നമുക്ക് ഒന്ന് രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കാം എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. പ്രധാനമായിട്ട് ഞാൻ പൗലോസിൻ്റെ ജീവിതത്തിൽ നിന്ന് കൊരിന്ത്യ ലേഖനം 2 കൊരിന്ത്യ ലേഖനം 3 അധ്യായത്തിൽ നിന്നാണ് നമുക്ക് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നത്. അവിടേക്ക് വരാം. 3:3 തൊട്ട് വായിക്കാം. ഞങ്ങളുടെ ശുശ്രൂഷയാൽ ഉണ്ടായ ക്രിസ്തുവിൻ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നുവല്ലോ. അപ്പം ഞങ്ങളുടെ ശുശ്രൂഷ വഴിയായിട്ട് ക്രിസ്തുവിൽ പത്രമായി നിങ്ങൾ വെളിപ്പെടുന്നല്ലോ. അപ്പോൾ പത്രത്തിൽ എന്തെങ്കിലും എഴുതിയിട്ടുണ്ടായിരിക്കും. ആ എഴുതിയത് എന്താണ്? അതെങ്ങനെ എഴുതിയത്? അത് മഷി കൊണ്ടല്ല, ജീവനുള്ള ദൈവത്തിൻ്റെ ആത്മാവിനാൽ അത്രേ, കൽപ്പലകയിലല്ല, ഹൃദയത്തിൻ്റെ മാംസപ്പലകയിൽ തന്നെ എഴുതിയിരിക്കുന്നു. അപ്പോൾ പൗലോസിന്റെ ശുശ്രൂഷ വഴി കൊരിന്ത്യരിലെ വിശ്വാസികൾക്ക് സംഭവിച്ച കാര്യം, ഒന്ന്, ആത്മാവിനാൽ എഴുതപ്പെട്ടതാണ്. രണ്ടാമത്, അത് ഹൃദയത്തിൻ്റെ പലകയിലാണ് എഴുതിയത്, കൽപ്പലകയിലല്ല. അപ്പം ഇത് വളരെ വ്യക്തമായിരുന്നു എന്നാണ് പറഞ്ഞത്. നമ്മുടെ ജീവിതത്തിനകത്ത് നമുക്ക് എവിടെയാണ് എഴുതി കിട്ടിയിരിക്കുന്നത്? നമ്മൾ നേരത്തെ ഉണ്ടായിരുന്ന ആ എഴുതിയ കാര്യത്തെക്കുറിച്ച് പിന്നെ അതിൻ്റെ ഭാഗത്ത് പറയുന്നുണ്ട്. 6-ാം വാക്യത്തിൽ, അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാക്കുവാൻ പ്രാപ്തരാക്കി. അപ്പൊ ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷയുടെ ഒരു ഫലമാണ് ആത്മാവിൻ എന്ന് പറഞ്ഞ മഷി കൊണ്ട് ഹൃദയം എന്ന പലകയിൽ എഴുതാനായിട്ട് എനിക്ക് സാധിക്കുന്നു. അപ്പോൾ ഞാനിങ്ങനെ ചർച്ചയിൽ എനിക്കൊരു പ്ലാറ്റ്ഫോം വേണമെന്നില്ല അത് എഴുതാനായിട്ട്. ഞാൻ സംസാരിക്കുമ്പോൾ എനിക്ക് വഴി ബസ് സ്റ്റോപ്പിൽ ഇരുന്നാലും ഒരു ബ്രദറിനെ കണ്ടപ്പോൾ സംസാരിക്കുമ്പോൾ ഒരു 2-3 മിനിറ്റ് സംസാരിക്കുന്ന ആ നേരത്തും കൊണ്ട് തന്നെ ഒരു പേന എടുത്ത് എന്തെങ്കിലും കുത്തി കുറിക്കുക എന്നൊക്കെ പറയുന്ന പോലെ തന്നെ പെട്ടെന്ന് ആ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് എന്തെങ്കിലും ഒന്ന് എഴുതി കൊടുക്കാൻ പറ്റും. ആ എഴുതിയത് ആ പോകുന്ന വഴി ചിലപ്പോൾ ആ മനുഷ്യന് അത്യാവശ്യമുള്ളൊരു കാര്യമായിരിക്കും നമ്മൾ പറഞ്ഞത്, ഷെയർ ചെയ്തൊരു വചനമോ എന്തെങ്കിലും ഒരു അനുഭവമോ അല്ലെ ഒരു വാക്കോ പറഞ്ഞത്. ചിലപ്പം ഒരു നമ്മൾ സാധാരണ കേട്ടുപരിചയമുള്ള ഒരു കാര്യമാണെങ്കിൽ പോലും നമ്മളൊന്ന് ആവർത്തിച്ചൊന്ന് പറഞ്ഞു കഴിയുമ്പോൾ പെട്ടെന്ന് അത് നമ്മുടെ ഹൃദയത്തിൽ എഴുതുന്നതായിട്ട് ഞാൻ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് ആ വ്യക്തിയുടെ ആത്മീയമായിട്ട് ആ പോരാട്ടത്തിലൂടെ അദ്ദേഹത്തിന്റെ ഹൃദയത്തിൽ എഴുതി കിട്ടിയതുകൊണ്ട് അദ്ദേഹം അത് പറയുമ്പോൾ നമ്മുടെ ജീവനിലേക്കും യേശുക്രിസ്തുവിനെ തന്നെ പകർന്നു തരിക ചെയ്യുന്നത്. യേശുക്രിസ്തുവിന്റെ ആത്മാവിനെ ആണ് പകർന്നു തരുന്നത്. മഷി കൊണ്ട് എഴുതിയെന്ന് പറയുമ്പം അകത്ത് മഷി പേനയിലുണ്ടെങ്കിലല്ലേ, അല്ലെങ്കിൽ എഴുത്ത് വരത്തില്ലല്ലോ. നമുക്കറിയാലോ, മഷി തീർന്നു പോയാൽ പിന്നെ എഴുത്ത് വരികയല്ല. അതുപോലെ ആത്മാവ്, ആ ഒരു തലത്തിലുള്ള ആത്മാവ്, ഞാനീ പറയുമ്പോൾ ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്, അത് തീർന്നൊന്നും പോവില്ല. അത് പറഞ്ഞത് ഉൽപ്പാദിതമായ യേശുവിൻ്റെ ആത്മാവ്, ഞാൻ ബലഹീനമാക്കപ്പെട്ട സമയങ്ങളിൽ എന്നിലേക്ക് പകരപ്പെട്ട ദൈവത്തിൻ്റെ ശക്തി എത്രത്തോളം ഉണ്ടോ അത്രത്തോളം എനിക്ക് എഴുതാൻ പറ്റുള്ളൂ. അങ്ങനെയാണ് ഞാനൊരു അനുഗ്രഹമായി മറ്റുള്ളവർക്ക് തരുന്നത്. അത് അവർക്ക് ഉത്സാഹമായിരിക്കും. അത് ചിലപ്പോൾ 2 മിനിറ്റ് ആയിരിക്കും, 5 മിനിറ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പം കളിച്ചുകൊണ്ടിരിക്കുന്നതിനിടയ്ക്കായിരിക്കും. ചിലപ്പം ഞങ്ങൾ ചിലപ്പോൾ ഇവിടെ ചർച്ചകൾ കഴിഞ്ഞിട്ട് അല്പസമയം ബാഡ്മിൻ്റൺ കളിക്കാനായിട്ടൊരു കോർട്ടുണ്ട്. അപ്പം അവിടെ കളിച്ചിട്ട് അവിടെ ഡെക്കുണ്ട്. ആ ഡെക്കയിൽ എല്ലാവരും കൂടെ ഇരിക്കും. ആ സമയത്ത് ചിലപ്പോൾ ഒരു ചായയൊക്കെ കുടിച്ചുകൊണ്ട് ഇങ്ങനെ വർത്താനം പറഞ്ഞതിനിടയ്ക്ക് അന്നേരത്തെ ആ ഒരു 10 മിനിറ്റോ അല്ല 15 മിനിറ്റോ നേരത്തെ ഗ്യാപ്പാണ് ചില സമയത്ത് ഭയങ്കര ഒരു ആത്മീയ, രാവിലത്തെ ഞായറാഴ്ചത്തെ സഭായോഗത്തെക്കാളും അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ചിലപ്പോൾ ആ സമയത്ത് കിട്ടാറുണ്ട്. അതുപോലെ നമ്മുടെ ലൈഫിൽ ഈ ആത്മാവിനാൽ എഴുതപ്പെടുന്നതും എഴുതി കൊടുക്കുന്നതുമായിരിക്കുന്ന വചനങ്ങളാണ് നമ്മളെ ഡെലിവർ ചെയ്യുന്നത്. അങ്ങനെയുള്ളൊരു ശുശ്രൂഷയാണ് എല്ലാ ദൈവമക്കളിൽ നിന്നും, പുതിയ നിയമത്തിലുള്ള എല്ലാ ദൈവമക്കളിൽ നിന്നും ദൈവം ആഗ്രഹിക്കുന്നത്.
അപ്പോൾ അതിന് ഇപ്പോൾ 4-ാം അധ്യായത്തിൽ പൗലോസ് പറയുന്നുണ്ട്, സോറി 4-ാം വാക്യത്തിൽ പറയുന്നുണ്ട്, ഈ വിധം ഞങ്ങൾക്ക് നല്ല ഉറപ്പ് ദൈവത്തോട് ക്രിസ്തുവിനാലുണ്ട്. എങ്ങനെയാ ഉറപ്പ് കിട്ടിയെന്ന് ചോദിച്ചാൽ, ഞാൻ ആത്മാവിൽ എൻ്റെ ഉള്ളിൽ എഴുതി കിട്ടിയെന്നുള്ളതിൻ്റെ തെളിവ് എന്താ? വേറൊരാളുടെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒരു കാര്യം വ്യക്തിപരമായിട്ടോ ഷെയർ ചെയ്യുമ്പോൾ, എൻ്റെ വീട്ടിലോ ഷെയർ ചെയ്യുമ്പോൾ, അവരുടെ ജീവിതത്തിൽ അത് ഒരു ചൈതന്യമായി മാറുന്നു, ജീവനായി മാറുന്നു, രൂപാന്തരമായി മാറുന്നു, അവർ സ്വാതന്ത്ര്യത്തിലേക്ക് വരുന്നു. എന്നിട്ട് 5-ാം വാക്യം പറയുമ്പോൾ, ഈ പ്രാപ്തി ഞങ്ങളിൽ സ്വയമായി വല്ലതും സങ്കല്പിക്കാൻ ഞങ്ങൾ പ്രാപ്തരല്ല, ഞങ്ങളുടെ പ്രാപ്തി ദൈവത്തിന്റെ ദാനം അത്രേ. ദൈവത്തിന്റെ ദാനം എന്ന് പറയുമ്പം, ദൈവം നമ്മളെ സഹായിച്ചു, ദൈവമാണ് എല്ലാം ചെയ്തത്, ദൈവം ആരംഭിച്ചു, ദൈവം തുടങ്ങി, ദൈവം പൂർത്തീകരിക്കുന്നു എന്ന് പറയുന്ന ഒരു അനുഭവത്തിലാണ് നമ്മൾ ഈ ഉദ്ദേശിക്കുന്ന പോലെയുള്ള ഈ രോഗങ്ങളെ സൗഖ്യമാക്കുക, അല്ലെങ്കിൽ പിശാചിനെ പുറത്താക്കുക, അങ്ങനെയുള്ള ഒരു ഗിഫ്റ്റ് എന്നുള്ള രീതിയിൽ കൂടെ അല്ല. ഗിഫ്റ്റ് തന്നെയാണ്, പക്ഷെ അത് ദൈവം തന്നതാണ്. എന്നാൽ എൻ്റെ എൻ്റെ ഭാഗത്ത് നിന്നൊരു സഹകരണം വേണം. എൻ്റെ ലൈഫിനെ ഞാൻ കൊടുത്തപ്പോഴാണ്, എൻ്റെ സ്വന്തമായ തെരഞ്ഞെടുപ്പുകളെയൊക്കെ ഞാൻ വിട്ടുകൊടുത്തപ്പോഴാണ് ഇതെൻ്റെ ജീവിതത്തിൽ സംഭവം. അല്ലെ, ഞാൻ ബലഹീനമാക്കപ്പെട്ടപ്പോഴാണ് ഇത് ജീവിതത്തിൽ സംഭവിച്ചത്. പക്ഷെ അതിനും ദൈവം തന്നെയാണ് തുടക്കമിട്ടത് എന്ന അർത്ഥത്തിൽ അദ്ദേഹം പറയുന്നത്. അങ്ങനെ അവൻ ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. അപ്പോൾ ഈ പഴയ നിയമത്തിലെ സെൻഹിദ്രീൻ സംഘത്തിൽ ഉണ്ടായിരുന്ന ഒരു മെമ്പറായിരുന്നു പോള്. അപ്പോൾ അദ്ദേഹത്തിന് 70 പേരുടെ സംഘമാണത്. ആ സംഘത്തിൽ എൻ്റെ അറിവ് ശരിയാണെങ്കിൽ മോശയുടെ ന്യായപ്രമാണം മുഴുവൻ കാണാതെ പഠിച്ചെങ്കിൽ മാത്രമേ അവർക്കതിൽ അംഗമാകാൻ പറ്റത്തുള്ളൂ. അതിൻ്റെ ഒരു നിയമം, ഒരു ക്രൈറ്റീരിയ അതായിരുന്നു. നല്ല ആൾക്കാരെല്ലാം വന്ന് ചോദിച്ചു കഴിയുമ്പോൾ ഇത് ശരിയാണോ എന്ന് പറയാൻ അവർക്ക് പറ്റത്തുള്ളൂ. അതുകൊണ്ട് ആ നിയമം ശരിക്ക് അവർ അറിഞ്ഞിരിക്കണം. അപ്പോൾ അത്രയും പഠിച്ച് നന്നായി അറിയുന്നയാളും നല്ല പാണ്ഡിത്യമുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം. അങ്ങനെയുള്ള ആ വ്യക്തി പറയുകയാണ്, ആ അറിവ് കൊണ്ടൊന്നും എനിക്ക് ഈ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷ ചെയ്യാൻ പറ്റത്തില്ല. പക്ഷെ കർത്താവ് ഞങ്ങളെ പുതിയ നിയമത്തിന്റെ ശുശ്രൂഷകന്മാരാകുവാൻ പ്രാപ്തരാക്കി. ഒരു പ്രാപ്തരാക്കി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ, എൻ്റെയും കൂടെ സഹകരണം ആവശ്യമുണ്ട്. ഇപ്പം നമ്മൾ ഒരു കൊച്ചിനെ നല്ല ഒരു ട്യൂഷൻ സെൻ്ററിലാക്കി, അപ്പോൾ നല്ല മാർക്ക് കിട്ടി പാസ്സായി, ഫസ്റ്റ് ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു ഡിസ്റ്റിങ്ഷനോടെയൊക്കെ പാസ്സായി കഴിയുമ്പോൾ നമ്മൾ എന്താ പറയുക? ആ സാറ് ആ കൊച്ചിനെ അത് കിട്ടാൻ പ്രാപ്തനാക്കി. എന്നാൽ കൊച്ചല്ലേ പരീക്ഷ ചെയ്തത്, പഠിച്ചത് കൊച്ച്, അധ്വാനിച്ചത് കൊച്ച് എല്ലാമാണ്. പക്ഷെ പ്രാപ്തരാക്കി, ഒരു പരിശീലനം കിട്ടി, ഒരു ഹെൽപ്പ് കിട്ടി. അതുപോലെ പരിശുദ്ധാത്മാവ് നമ്മൾ വില്ലിങ് ആവുമ്പോൾ, നമ്മൾ കൈക്കൊള്ളുമ്പോൾ, വചനം കൈക്കൊള്ളുമ്പോൾ, ദൈവത്തിന്റെ ആഗ്രഹങ്ങളെ കൈക്കൊള്ളുമ്പോൾ, ദൈവത്തിന്റെ ഇഷ്ടത്തെ കൈക്കൊള്ളുമ്പോൾ, സ്വീകരിക്കുമ്പോൾ, ഉള്ളിലേക്ക് അതിനെ ഒരു എതിർപ്പില്ലാതെ അതിനുവേണ്ടി അനുവദിച്ചു കൊടുക്കുമ്പോൾ, എൻ്റെ ജീവിതത്തിൽ എന്നെ അതിന് പ്രാപ്തനാക്കി തീർക്കും, അതിനെ നിവർത്തിക്കാൻ പ്രാപ്തനാക്കി തീർക്കും. എന്നിട്ട് പറയണ, അക്ഷരത്തിന്റെ ശുശ്രൂഷകന്മാരല്ല, ആത്മാവിന്റെ ശുശ്രൂഷന്മാരത്രേ. 6-ാം വാക്യത്തിന്റെ അവസാനം, അക്ഷരമോ കൊല്ലുന്നു, ആത്മാവോ ജീവിപ്പിക്കുന്നു. അപ്പം അക്ഷരത്തിന്റെ ശുശ്രൂഷ ചെയ്തോണ്ടായിരുന്നു ഇരുന്നത് ഞാൻ. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല ചെയ്യുന്നത്. ഇപ്പം ഞാൻ ആത്മാവിന്റെ ശുശ്രൂഷയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഈ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ, ഞാനും ഒക്കെ പണ്ട് വിചാരിച്ചിരുന്നത് എന്നാന്ന് വെച്ചാൽ, ആത്മാവിഷയം കിട്ടി, അതിനുശേഷം എൻ്റെ ജീവിതത്തിൽ കൂടെ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ആത്മാവിന്റെ ശുശ്രൂഷയാണെന്നൊക്കെ ഞാൻ വിചാരിച്ചിരുന്നത്. അല്ലെങ്കിൽ ഒരു പ്രത്യേക ഗിഫ്റ്റ് എനിക്കുണ്ടെങ്കിൽ, വചനം പറയാനോ ഒരു ഗിഫ്റ്റോ അങ്ങനെ എന്തെങ്കിലും ഒരു ഗിഫ്റ്റൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ ചെയ്യുന്നതെല്ലാം ആത്മാവിന്റെ ശുശ്രൂഷയായിട്ടാണ് ഞാൻ കരുതിയിരുന്നത്. പക്ഷെ അങ്ങനെ അല്ല എന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി. ഇവിടെ ഉദ്ദേശിക്കുന്ന ആത്മാവിന്റെ ശുശ്രൂഷ മനുഷ്യന്റെ ഹൃദയത്തിൽ ആത്മാവിനെ കൊണ്ട് എഴുതാൻ പറ്റുന്നതാണ് എന്ന് എനിക്ക് മനസ്സിലായി. അതിനി എങ്ങനെയാ പൗലോസിനും മനസ്സിലായി? അത് കഴിഞ്ഞ് പൗലോസ് അത് മനസ്സിലായി കഴിഞ്ഞപ്പോൾ പൗലോസിനുണ്ടായിരുന്ന മനോഭാവം എന്തായിരുന്നു? അത് ഞാൻ അതിന്റെ തൊട്ട് മുമ്പത്തെ വാക്യത്തില് അതായത് 1 കൊരിന്ത്യരിലാണ്. 1 കൊരിന്ത്യരിലെ 2-ാം അധ്യായത്തില്
ആ ഞാൻ ആ വാക്യം ഞാൻ എടുത്ത് തെറ്റിപ്പോയെന്ന് തോന്നുന്നു. നിങ്ങൾക്ക് ഓർമ്മയുണ്ടായിരിക്കുമല്ലോ, ഞാൻ നിങ്ങളുടെ ഇടയിൽ വളരെ ഭയത്തോടും വിറയലോടും കൂടെ ഇരുന്നു. അതെന്താന്ന് ചോദിച്ചാല് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം. അത് ഒന്നാം അധ്യായത്തിലുണ്ടോ തോന്നുന്നല്ലേ? ഇല്ലല്ലേ? ഓ സോറി. അതായത് നിങ്ങളുടെ വിശ്വാസത്തിന്റെ ആധാരം സാക്ഷാൽ ആ 1 Corinthians 2:1 ഞാനോ സഹോദരന്മാരെ നിങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ വചനത്തിന്റെയോ ജ്ഞാനത്തിന്റെയോ വൈഭവം കൂടാതെ അത്രേ ദൈവത്തിന്റെ സാക്ഷ്യം നിങ്ങളോട് പ്രസ്താവിപ്പാൻ വന്നത്. ക്രൂശിക്കപ്പെട്ടവനായ യേശുക്രിസ്തുവിനെ അല്ലാതെ മറ്റൊന്നും അറിയാത്തവനായി നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ഞാൻ നിർണയിച്ചു. നിർണയിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ തീരുമാനിച്ചു. അപ്പോ എന്റെ ഹൃദയത്തിനകത്തോടെ ചിലപ്പോൾ കടന്നു വരുന്നത് നോളജായി മാറാൻ വഴിയുണ്ട്. പക്ഷെ ഞാൻ തീരുമാനിച്ചു യേശുക്രിസ്തുവിനെ ക്രൂശിക്കപ്പെട്ട അവന്റെ ബലഹീനതയെക്കുറിച്ചുള്ള അറിവ് മാത്രമേ നിങ്ങളോട് പ്രസംഗിക്കാനായിട്ട് ഞാൻ ആഗ്രഹിച്ചുള്ളൂ. കാരണം അതാണ് ആത്മാവെന്ന മഷിയുണ്ട്. കാരണം അത് ആത്മാവിൽ വെളിപ്പെട്ട് കിട്ടിയതാണ്. യേശുക്രിസ്തുവിന്റെ ക്രൂശിക്കപ്പെട്ട ആ ഒരു ലൈഫ്, ആന്തരിക ലൈഫ്. പുറമേ ഉള്ളൊരു ലൈഫുണ്ട്, സുഖപ്പെടുത്തി പാവപ്പെട്ടവരുടെ കണ്ണുനീരൊപ്പി വളരെ സഹായവും സഹതാപവും ഉള്ളവനായി തീർന്നു, എല്ലാവരുടെയും കാര്യങ്ങളിൽ കെയർ ഉള്ളവനായിരുന്നു, അങ്ങനെയൊക്കെ പറയുന്ന ഒരു ലൈഫുണ്ട്. അതിനപ്പുറമായിട്ട് പിതാവും യേശുവും തമ്മിലുള്ള ബന്ധത്തിൽ, പിതാവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയാണോ യേശുക്രിസ്തു ക്രൂശിക്കപ്പെട്ടവനായ തൻ്റെ ഇഷ്ടത്തെ വേണ്ടാന്ന് വെച്ചത്, അത് മാത്രം അറിയുന്നവനായിട്ട് ഞാൻ നിങ്ങളുടെ ഇടയിൽ ഇരിക്കണമെന്ന് ആഗ്രഹിച്ചു. 3 ഞാൻ ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ നിങ്ങളുടെ ഇടയിലിരുന്നു. ബലഹീനതയോടും ഭയത്തോടും വളരെ നടുക്കത്തോടും കൂടെ ഇരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഭയപ്പെട്ടത്? 4 നിങ്ങളുടെ വിശ്വാസത്തിന് മനുഷ്യരുടെ ജ്ഞാനമല്ല ദൈവത്തിന്റെ ശക്തി തന്നെ ആധാരമായിരിക്കേണ്ടതിന് എൻ്റെ വചനവും എൻ്റെ പ്രസംഗവും ജ്ഞാനത്തിന്റെ വശീകരണ വാക്കുകളല്ല, ആത്മാവിന്റെയും ശക്തിയുടെയും പ്രദർശനത്താൽ അത്രേ ആയിരുന്നത്. അപ്പൊ അങ്ങനെ ഒരു 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 ഉത്കടമായ ഒരു ഭയവും ഒരു നടുക്കവും ഒരു കണ്ണുനീരും ഒക്കെ പൗലോസിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. കാരണം അവനെല്ലാം നന്നായിട്ട് അറിയാം, വചനം പഴയ നിയമത്തിൽ നിന്നെല്ലാം നന്നായിട്ട് അറിയാം. അങ്ങനെ നല്ല വളരെ ബുദ്ധിശക്തിയും കഴിവും ഉള്ള മിടുമിടുക്കനായ ഒരു മനുഷ്യനായിരുന്നു പൗലോസ്. ആ പൗലോസ് വളരെ ദൈവത്തിന് മുമ്പാകെ വളരെ ഭയപ്പെട്ടു. എന്നിൽ നിന്ന് വരുന്ന എന്തിനെങ്കിലും കൊണ്ടിട്ട് ഞാൻ ഈ സഭയെ മലിനമാക്കാനായിട്ട് ആഗ്രഹിക്കുന്നില്ല, അല്ലെങ്കിൽ മറ്റ് സഹോദരിമാരുടെയും ഹൃദയങ്ങളെ മലിനമാക്കാൻ ആഗ്രഹിക്കുന്നു, അല്ലെങ്കിൽ ഒരു മിക്സ് ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല. മലിനം എന്ന് പറയുമ്പം ചീത്തയായ കാര്യം കൊണ്ട് മലിനമാകുന്നുണ്ട്, കുഴപ്പമില്ലെങ്കിലും പ്രയോജനമില്ലാത്ത കാര്യങ്ങൾ കൊണ്ട് മലിനമാക്കുന്നുണ്ട്. അതുകൊണ്ടാണ് പൗലോസ് വേറെ സ്ഥലത്ത് എഴുതിയിരിക്കുന്നത്, എല്ലാം നല്ലതെങ്കിലും എല്ലാം പ്രയോജനമുള്ളതല്ല. അപ്പം നല്ലതെന്ന് പറയുന്നതും പ്രയോജനമുള്ളതെന്ന് പറയുന്നതായ കാര്യമുണ്ട്. പിന്നെ നമ്മൾ വീട്ടിൽ സാധനങ്ങളൊക്കെ വാങ്ങാൻ പോകുമ്പോഴേ ചിലപ്പം കാണാൻ പറ്റില്ല, എനിക്കാണെങ്കിൽ ചിലപ്പോൾ കണ്ടാൽ ഇഷ്ടമെന്ന് തോന്നി വാങ്ങാൻ നോക്കും. അപ്പോൾ ഡേസി വൈഫ് പറയും, അല്ല അതുകൊണ്ട് വാങ്ങിയിട്ട് നമുക്ക് പ്രയോജനമൊന്നുമില്ല, വെറുതെ അവിടെ വെക്കാമെന്നല്ലേ ഉള്ളൂ. അത് ശരിയാണ്. അപ്പം പലപ്പോഴും ഈ കണ്ടാൽ അങ്ങ് ഇഷ്ടം തോന്നും, പക്ഷെ അത് നമുക്കിപ്പോൾ വാങ്ങിയിട്ടൊരു പ്രയോജനമില്ല, അതിൻ്റെ ആവശ്യമില്ല അത്. അപ്പം അങ്ങനെ വരുമ്പം വെറുതെ സ്ഥലം മെനക്കെടുത്താവുന്നേ ഉള്ളൂ. അപ്പം ഇങ്ങനെ ലൈഫിനകത്ത് പൗലോസിന് പലതും ഒത്തിരി പറയാനുണ്ട്. പക്ഷെ പൗലോസ് പറഞ്ഞു, പ്രയോജനമുള്ളത് മാത്രം ഞാൻ പറയുന്നുള്ളൂ. ഇനി പ്രയോജനമുള്ളതെന്ന് പറഞ്ഞാൽ തന്നെയും അതിൽ ആത്മീയവർദ്ധന വരുത്തുന്ന കാര്യമുണ്ട്. അതിൻ്റെ അടുത്ത വാക്യത്തിൽ പറയുന്നത്, എല്ലാം നല്ലതെങ്കിലും എല്ലാം പ്രയോജനമുള്ളതല്ല, എല്ലാം നല്ലതെങ്കിലും എല്ലാം ആത്മീയവർദ്ധന വരുത്തുന്നില്ല. അപ്പൊ ഈ 2 കാറ്റഗറിയും കൂടെ ഫില്ല് ചെയ്യണം. പ്രയോജനമുള്ളതുമായിരിക്കണം, ആത്മീയവർദ്ധന വരുത്തുന്നതും കൂടെ ആയിരിക്കണം. വേർത്തി പറഞ്ഞാൽ ക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് പുറപ്പെട്ടതും മനുഷ്യരുടെ ഹൃദയങ്ങളിൽ ആത്മാവെന്ന മഷി കൊണ്ട് എഴുതാൻ പറ്റുന്നതും ഹൃദയങ്ങളിൽ എഴുതാൻ പറ്റുന്നതുമായിരിക്കുന്ന കാര്യം മാത്രം ഞാൻ സംസാരിക്കാനായിട്ടാണ് ആഗ്രഹിക്കുന്നത്. അതിന് വളരെ ഞടുക്കം വേണം, ഭയം വേണം. കാരണം അല്ലാത്തത് വന്നു പോകാനാ സാധ്യത കൂടുതൽ. അപ്പൊ എനിക്കങ്ങ് എൻ്റെ മനസ്സിൽ തോന്നുന്ന എല്ലാം വിടുവാൻ അങ്ങനെയാണെന്നാ പറയുന്നത്. മനസ്സിൽ തോന്നുന്ന എല്ലാം അങ്ങ് പറയാതെ അത് ഒന്ന് വിശകലനം ചെയ്ത് ദൈവസന്നിധിയിൽ അന്ന് വെച്ച് ശോധന ചെയ്ത് അതിന്മേലുള്ള ദൈവത്തിൻ്റെ ഒരു വെളിച്ചം പ്രകാശിക്കാൻ അനുവദിച്ച് ആ പ്രകാശത്തിൽ ഞാൻ അതിനെ തിരിച്ചറിഞ്ഞ് അങ്ങനെയാണ് ഞാൻ ഒരു പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷകനായിത്തീരുന്നത്. അത് അക്ഷരത്തിൻ്റെ ശുശ്രൂഷയല്ല, ഒരു ആത്മാവിൻ്റെ ശുശ്രൂഷയാണ്. അത് ആത്മാവ് ജീവിപ്പിക്കുന്നു, ദൈവം ആത്മാവാകുന്നു,
അത് ആത്മാവിനെ തന്നെ പകരുകയാണ്. വേറെ പറഞ്ഞാൽ ദൈവത്തെ തന്നെ പകർന്നു കൊടുക്കുക ചെയ്യുന്നത്. അതാണ് നമ്മുടെ വിളി, പുതിയ നിയമത്തിന്റെ വിളി. ഇത് ഉന്നതമായിരിക്കുന്ന ഒരു വിളിയാണ്. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടിയാണ് ദൈവം ഇത് മനുഷ്യരുടെ മുമ്പാകെ അത്ര, അല്ലെങ്കിലും പറഞ്ഞായിരുന്നല്ലോ, തേജസ്സുള്ള ശുശ്രൂഷ ക്രിസ്തു നടത്തിയിട്ട് അവർക്കത് ഗ്രഹിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ തേജസ്സിന്റെ കർത്താവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പം നമുക്ക് ഈ കണ്ണുകൊണ്ട് നമുക്ക് ഇങ്ങനെ ജസ്റ്റ് നമ്മൾ പുറമേ കാണുന്നതല്ലത്, ആത്മാവിൽ വിലമതിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ ഒരു കുഞ്ഞു കൊച്ചിന്റെ കയ്യിൽ വെള്ളിയുടെ കട്ട കൊടുത്താലും ഈ സ്വർണത്തിന്റെ കട്ട കൊടുത്താലും ചിലപ്പോൾ ഒരു സ്റ്റീലിന്റെ കട്ട കൊടുത്താൽ ചിലപ്പോൾ സ്റ്റീലായിരിക്കും അതിന് കൂടുതൽ ഇഷ്ടം, അത് നല്ലോണം തിളങ്ങുന്നുണ്ടാവും. അതൊരു മൂല്യം നിർണ്ണയിക്കാനുള്ള കഴിവ് ആ കുഞ്ഞിനില്ല. അപ്പം നമ്മുടെ ജീവിതത്തിലും ഈ തേജസ്സിന്റെ ശുശ്രൂഷ കണ്ടിട്ട് അത് തിരിച്ചറിഞ്ഞതിനെ വിലമതിക്കാനായിട്ടുള്ള കഴിവ് നമുക്കുണ്ടായിരിക്കണം. അപ്പോൾ യേശുക്രിസ്തുവിൽ തേജസ് നന്നായി വെളിപ്പെട്ടു. ഇത് ശുശ്രൂഷയെക്കുറിച്ചാണ് പറഞ്ഞത്, മറ്റൊരു ജീവിതത്തെക്കുറിച്ചാണ്. അവനിൽ ആ ലോകക്കാരതാണല്ലോ കാണുന്നത്. അവർ ആ തേജസ്സിന്റെ കണ്ടിരുന്നെങ്കിൽ അവർ യേശുവിനെ ക്രൂശിക്കുകയില്ലായിരുന്നു. അപ്പം നമ്മുടെ ജീവിതത്തിൽ ആത്മാവിന്റെ ദൃഷ്ടിയിൽ ഇത് കാണുന്നുണ്ടോ? എൻ്റെ ശുശ്രൂഷയും ഈ തേജസ്സിന്റെ ശുശ്രൂഷയാണോ ഞാൻ ചിന്തിക്കേണ്ടതാണ്. നമുക്ക് സഭയെ പണിയണം, ശരീരത്തെ പണിയണം എന്നുള്ളതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യമെങ്കിൽ എന്തുകൊണ്ടാണ് നമ്മുടെ ഈ സഭയെ പണിയുന്ന ഇത്ര വലിയ ഇമ്പോർട്ടൻ്റ് ആയിരിക്കുന്ന കാര്യം? കാരണം യേശുക്രിസ്തു തൻ്റെ കാന്തയ്ക്ക് വേണ്ടിയായി ഭൂമിയിലോട്ട് വന്നത്. കുറച്ചുപേരെ എങ്ങനെയെങ്കിലും സ്വർഗത്തിലെത്തിക്കാൻ വേണ്ടി ഈ നമ്മുടെ പണ്ട് കാലത്ത് ഗൾഫിലേക്ക് കൊണ്ടുപോകുന്ന ഏജന്റുമാരുണ്ടായിരുന്നല്ലോ, അവർക്ക് എന്ന് വെച്ചാൽ അവരുടെ അടുക്ക ചെന്ന് കഴിഞ്ഞാൽ അവർ കുറച്ചുപേരെ അങ്ങോട്ട് കടത്തിത്തരും, അതാണ് അവരുടെ പരിപാടി. പക്ഷേ കർത്താവിന് അങ്ങനെയല്ല. കർത്താവിന് അങ്ങനെ സ്വർഗത്തിലേക്ക് കുറച്ചുപേരെ അങ്ങ് കടത്തിക്കൊണ്ടുപോകാൻ വേണ്ടി ഇങ്ങോട്ട് വന്നതല്ല, യേശു നേടാൻ വേണ്ടി വന്നതാണ്. നമ്മളെ നമ്മുടെ കറപ്റ്റഡ് ആയിരിക്കുന്ന സെൽഫിൽ നിന്നും നമ്മുടെ കറപ്റ്റഡ് ആയിരിക്കുന്ന ചിന്തകളിൽ നിന്നും വിചാരങ്ങളിൽ നിന്നും ഒക്കെ നമ്മളെ വിടുവിച്ച് ദൈവാനുരൂപമായി സൃഷ്ടിക്കപ്പെട്ട പുതിയ മനുഷ്യനാൽ നിറഞ്ഞ് അവൻ്റെ ഗ്ലോറി സ്വന്തമാക്കിക്കൊണ്ട് അവൻ്റെ കാന്തയായിത്തീരാൻ, യേശുവിൻ്റെ കാന്തയായിത്തീരാനായിട്ട്, ഒരു കാന്തയെ നേടാനായിട്ടാണ് യേശു വന്നത്. ആ കാന്ത എന്ന് പറയുന്നത് യേശു ക്രിസ്തുവിൻ്റെ സഭയാണ്, മണവാട്ടി സഭ എന്ന് വേണമെങ്കിൽ പറയാം. അപ്പം നമ്മൾ അതിനകത്ത് രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും അതിൽ അംഗമാകാനായിട്ടുള്ള വിളിയുണ്ട്. മൊത്തത്തിൽ പറഞ്ഞാൽ ലോകത്തിലുള്ള ആരും നശിച്ചു പോകരുന്ന ദൈവം ആഗ്രഹിക്കുന്നത്. അപ്പൊ രക്ഷ എല്ലാവർക്കും ഉള്ളതാണെന്ന് വെച്ചാൽ രക്ഷ എല്ലാവർക്കും ഉള്ളതാണ്. പക്ഷെ എല്ലാവരും രക്ഷിക്കപ്പെടുകയാലും നമുക്കറിയാമല്ലോ. അതുപോലെ തന്നെയാണ് ക്രിസ്തുവിന്റെ കാന്തയായി തീരാനുള്ള വിളി എല്ലാവർക്കും ഉണ്ടെങ്കിലും എല്ലാവരും കാന്തയായി തീരുന്നില്ല എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ്. അപ്പോൾ അതിലേക്കായിരിക്കണം നമ്മുടെ വിളി അതാണ്. അതിലേക്കായിരിക്കണം നമ്മുടെ ഊന്നൽ, അതിലേക്കായിരിക്കണം നമ്മുടെ ശ്രദ്ധ കേന്ദ്രീകരിക്കേണ്ടത്. അതിന് കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒത്തിരി കാര്യങ്ങൾ മാറ്റിത്തരാനുണ്ട്. അതായത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഹവ്വ സൃഷ്ടിക്കപ്പെട്ടതല്ലായിരുന്നു. ഹവ്വ ഉളവായി വന്നതാണ്. ഹവ്വ ആ ജീവിതത്തിൽ നിന്നും ആദമിന്റെ ജീവിതത്തിൽ നിന്ന് ഉളവായി വരിക. ആദമിന്റെ ജീവിതത്തിൽ നിന്ന് പറഞ്ഞ ആദമിന്റെ ജീവനിൽ നിന്ന് അവൻ ഉറങ്ങിയ സമയത്ത് ഒരു വാരിയലിൽ നിന്ന് എടുത്തിട്ട് അവൻ ഉളവാക്കിയെടുത്തു. ആ ഉളവാക്കിയ ശേഷം അവളെ കണ്ട ഉടനെ തന്നെ ആദമിന് ഒരു പ്രത്യേക സെൻസ് ഉണ്ടായി. അല്ലെങ്കിൽ ചുരുക്കി പറഞ്ഞാൽ ഒരു ഇതുവരെ ഞാൻ കണ്ട അതിൽ നിന്നെല്ലാം വ്യത്യസ്തമാണ് ഈ സൃഷ്ടി എന്ന് മനസ്സിലായി. അപ്പം അവയോട് പറഞ്ഞു, ഇതെന്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസമാണ്. അതുപോലെ പുതിയ നിയമത്തിൽ യേശുക്രിസ്തുവിന്റെ കാന്ത എന്ന് പറയുന്നത് യേശുക്രിസ്തുവിന്റെ ആത്മാവിൽ നിന്ന് ഉരുവായി വരുന്നതായിരിക്കും. ആദമിൽ നിന്ന് പുറപ്പെട്ടു വന്നതുപോലെ ക്രിസ്തുവിൽ നിന്ന് പുറപ്പെട്ടു വരുന്നതായിരിക്കും. അതിനകത്തൊരു കുരങ്ങന്റെ അംശമോ കുതിരയുടെ അംശമോ അങ്ങനത്തെ ഒന്നുമില്ല. അത് ആദമിന്റെ തന്നെയാണ് മുഴുവനും. അതുകൊണ്ടാണ് എൻ്റെ അസ്ഥിയിൽ നിന്ന് അസ്ഥിയും മാംസത്തിൽ നിന്ന് മാംസം എന്ന് പറയാനിടയായത്. അതുപോലെ ക്രിസ്തുവിൽ നിന്ന് വരുന്ന എന്തോ ഒന്നിനെ കൊണ്ട് പണിതെടുത്ത ഒരു ജീവിതത്തിന്റെ ഉടമകളായിരിക്കും അങ്ങനെയുള്ളത്. നമ്മുടെ വിളി വളരെ ഉന്നതമായിരിക്കുന്ന ഒരു വിളിയാണ്. ആ വിളിയിലേക്കാണ് പോകേണ്ടത്. അപ്പൊ ഇതിന്റെ ശുശ്രൂഷയാണ് പൗലോസിന് ലഭിച്ചതും പൗലോസ് എടുത്തതും. പൗലോസ് അത് ജീവിതത്തിലെ മുഖ്യ വിഷയമായിട്ട് എടുത്തു. അതുകൊണ്ട് തൻ്റെ ജീവിതത്തില് അതിനിടെ കൂടെ ഒത്തിരി പേര് രക്ഷിക്കപ്പെടുകയും ഭൂതങ്ങൾ പുറത്താകുകയും മരിച്ചേറുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. പക്ഷേ അതല്ല നമ്പർ 1 പ്രയോറിറ്റി. പ്രയോറിറ്റി എന്താണെന്ന് ചോദിച്ചാൽ എൻ്റെ ജീവിതത്തിൽ ബലഹീനതയും ക്രിസ്തുവിൻ്റെ സൗരഭ്യവും പുറപ്പെട്ടു വരണമെന്നും എന്നെ കാണുന്നവർ ക്രിസ്തുവിനെ വായിക്കണമെന്നും ഞാൻ എവിടെയെങ്കിലും ശുശ്രൂഷ ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഹൃദയങ്ങളിലൊക്കെ ആത്മാവിൻ്റെ മഷി കൊണ്ട് എഴുതണമെന്നും അങ്ങനെയുള്ള കാര്യങ്ങളിലായിരുന്നു പൗലോസിന്റെ ശ്രദ്ധ മുഴുവൻ.
അതുകൊണ്ട് പൗലോസ് ലാസ്റ്റ് ടൈമിലാകുമ്പോഴും പറയുമ്പോഴെന്താ, ഞാൻ ആ പാവികളിലൊക്കെ ഒന്നാമനാണെന്നാണ്. അതിൻ്റെ അർത്ഥം കൂടുതൽ പാപം ചെയ്തു എന്നർത്ഥമില്ല. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് തന്നെ പറഞ്ഞു ന്യായപ്രമാണം സംബന്ധിച്ച് ഞാൻ അനിന്യനാന്ന് പറഞ്ഞു. അതിൻ്റെ അർത്ഥം നോൺ സിന്നിൻ്റെ മേലൊന്നും പുള്ളിക്ക് പരാജയങ്ങളില്ലായിരുന്നു. അങ്ങനത്തെ ഒരു മനുഷ്യനാണ് പറയുന്നത് ഞാൻ പാപികളിൽ ഒന്നാമൻ. അതിൻ്റെ അർത്ഥം നമ്മൾ കൂടുതൽ പാപമൊന്നും ചെയ്യണ്ട, നമ്മുടെ അവസ്ഥ കണ്ടെത്തിയാൽ മതി. യേശു ഒരിക്കൽ പറഞ്ഞ് അധികം ആ, ക്ഷമിച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞു. നമുക്ക് അധികം ക്ഷമിച്ചു അപ്പം നമ്മൾ ചിലപ്പോൾ വിചാരിക്കും അയ്യോ അപ്പോൾ ആ ലോകത്തിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കൊലപാതകം ചെയ്ത് കള്ളും കുടിച്ചൊക്കെ നടന്ന ആ മനുഷ്യൻ രക്ഷിക്കപ്പെട്ടപ്പോൾ അയാളായിരിക്കും കൂടുതൽ ദൈവത്തെ സ്നേഹിക്കുന്നത്. അങ്ങനെയൊന്നും അർത്ഥമൊന്നുമില്ല. നമ്മുടെ അവസ്ഥ നമ്മൾ എന്താണെന്ന് കണ്ടെത്തി കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും എൻ്റെ മനോഭാവങ്ങൾ, എൻ്റെ മത്സരം ആഭിചാരം പോലെയാണെന്നാണ് പറഞ്ഞത്. അതുപോലെയുള്ള ശാഠ്യങ്ങൾ, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ ദൈവം നോക്കുമ്പോൾ എങ്ങനെയാ കാണുന്നതെന്ന് കാണാനുള്ള കണ്ണ് കിട്ടിക്കഴിയുമ്പോൾ എനിക്ക് മനസ്സിലാവും എന്തുമാത്രമാണ് ദൈവം എന്നോട് സ്നേഹിച്ചത്, എത്രമാത്രം ദീർഘക്ഷമ കാണിച്ചത്. പല പ്രാവശ്യം ദൈവത്തിൻ്റെ ശബ്ദം കേട്ടിട്ടും ദൈവത്തെ നമ്മൾ തിരസ്കരിച്ച് കളഞ്ഞിട്ടില്ലേ? എത്രയോ തവണ കളഞ്ഞിട്ടുണ്ട്, എത്രയോ തവണ. ഒരു കാര്യം തന്നെ നമ്മൾ പറഞ്ഞ ഈ വചനം തന്നെ ശ്രദ്ധിച്ചു നോക്കിയേ. പല പ്രാവശ്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരു അഞ്ചാമത്തെ പ്രാവശ്യമൊക്കെ ആയിരിക്കും അതിൻ്റെ ക്ലൂ കിട്ടുന്നത്, അല്ലെങ്കിൽ അത് എന്നതാണെന്ന് മനസ്സിലായത്, അത് ഹൃദയത്തിൽ പ്രകാശിക്കപ്പെട്ടത്. അപ്പോൾ എന്തായിരുന്നു ഇതുവരെ പ്രകാശിക്കാതിരുന്നതിൻ്റെ തടസ്സം? ദൈവമല്ല. എന്തായാലും എൻ്റെ ഏതോ തന്നിഷ്ടം, കീഴ്പ്പെടുത്തി കൊടുക്കാൻ മനസ്സില്ല, കീഴടങ്ങാൻ മനസ്സില്ല, ആമേൻ പറയാൻ മനസ്സില്ല. പത്രോസ് 1:14 പറയുമ്പം അതൊന്ന് പെട്ടെന്ന് അങ്ങോട്ട് പോയിട്ട് ഇങ്ങോട്ട് വരാം. പത്രോസിന്റെ ലേഖനം ആ, 2:14 പറയുന്നുണ്ട്, ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച് രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിനും സൽപ്രവർത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ അയക്കപ്പെട്ടെന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങിയിരിപ്പിൻ. നിങ്ങൾ നന്മ ചെയ്തുകൊണ്ട് ബുദ്ധിയില്ലാത്ത മനുഷ്യരുടെ ഭോഷത്വം മിണ്ടാതാക്കണം എന്നുള്ളത് ദൈവേഷ്ടമാകുന്നു. 19 വാക്യത്തിലെ 18, വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്ക് കൂടെ കീഴടങ്ങിയിരിപ്പീൻ. ഒരുത്തൻ ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായ കഷ്ടം ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. അപ്പോൾ ദൈവത്തിന് പ്രസാദമുള്ള പ്രവൃത്തി എന്താണെന്ന് നമ്മൾ പലപ്പോഴും ഒക്കെ എനിക്ക് ദൈവേഷ്ടം ചെയ്യണമെന്ന് ആഗ്രഹമാണെന്ന് നമ്മൾ പലപ്പോഴും പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ ഇവിടെ വ്യക്തമായിട്ട് ഒരെണ്ണം എഴുതിയിരിക്കുന്നത് ദൈവത്തെക്കുറിച്ചുള്ള മനോബോധ നിമിത്തം അന്യായമായിട്ട് കഷ്ടം സഹിക്കേണ്ടി വരുന്നു എന്ന് വെച്ചാൽ അയാളോട് പറഞ്ഞാൽ, അല്ലെങ്കിൽ അവൻ ദൈവത്തിലായതുകൊണ്ട് അവനോട് തിരിച്ചൊന്നും പറയില്ല, അവനോട് എന്ത് വേണമെങ്കിലും നമുക്ക് പറയാം, ചെയ്യാം, എന്ത് പണിയും പറയാം, അവൻ ചെയ്യും എന്ന് പറഞ്ഞ് നമുക്ക് വാക്കിലോടൊക്കെ കൂടുതൽ തരുവാണെങ്കിൽ എന്ത് ചെയ്യും നമ്മൾ? അവിടെ പറയുന്നത് അന്യായമായൊരു കഷ്ടം സഹിക്കലാത്. അങ്ങനെ സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദമാണെന്നാണ് പറഞ്ഞത്. അപ്പൊ ദൈവഹിതം അവിടെ ഞാൻ ചെയ്യുന്നത്. പിന്നെ അങ്ങോട്ട് താഴെ അതേ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി വേറെ ഒരു സ്ഥലത്ത് നിങ്ങളുടെ ഹൃദയങ്ങളിൽ യേശുവിനെ കർത്താവായി വിശദീകരിപ്പീൻ എന്നൊരു ഭാഗം പറയുന്നുണ്ട്. യേശുവിന്റെ ലോർഡ്ഷിപ്പ്, ക്രിസ്തുവിന്റെ ആ ഒരു ഈ ദൈവമാണ് എല്ലാ സാഹചര്യങ്ങളും. ഇപ്പം നമ്മളിപ്പോൾ വായിച്ചല്ലോ, മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കാനായിട്ടാണ് പറഞ്ഞത്. അപ്പൊ ഈ മൂർഖന്മാർക്ക് പോലും കീഴടങ്ങിയിരിക്കാനായിട്ട് പറഞ്ഞ സമയത്ത് അയാൾ ചെയ്യുന്നത്, മൂർഖനൊക്കെ പറഞ്ഞാൽ നമുക്കറിയാമല്ലോ, അയാൾ റഫാണ്, അയാള് ഒരു ദയയില്ലാത്ത മനുഷ്യനാണ്, ന്യായമല്ല ചെയ്യുന്നത്, പാർഷ്യാലിറ്റിയാണ് ചെയ്യുന്നത്. ചിലരോട് ഇഷ്ടം, ചിലരോട് ഇഷ്ടക്കുറവ്, ചിലർക്ക് ഈസി ആയിട്ട് ജോലി കൊടുക്കും, ചിലർക്ക് ഡിഫിക്കൽട്ട് ജോലി കൊടുക്കുന്നു, അയാൾക്ക് ഇഷ്ടമുള്ളവർക്കൊക്കെ ഈസി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് നമുക്ക് ഒത്തിരി പക്ഷപാതങ്ങൾ കാണാം നമ്മുടെ ജോലി സ്ഥലത്തൊക്കെ. അവിടെയൊക്കെ നമുക്ക് കർത്താവായിട്ട് യേശുക്രിസ്തുവിനെ വിശദീകരിക്കുക എന്ന് പറഞ്ഞാൽ സെറ്റപ്പാർട്ട് ചെയ്യുക, വേർതിരിക്കുക, യേശു കർത്താവാണെന്ന് ഏറ്റു പറയുക. അങ്ങനെ ഏറ്റു പറയണമെങ്കിൽ പരിശുദ്ധാത്മാവില്ലാതെ പറ്റത്തില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത്.
അതാണ് ഞാൻ നാളൊരിക്കൽ നമ്മൾ പറഞ്ഞതല്ലേ അത്. 1 കൊരിന്ത്യർ 2:12 ഭാഗത്ത് ആ 3-ാം വാക്യത്തിൽ പറയുന്നത്, അവിടെ പരിശുദ്ധാത്മാവില്ലാതെ ആർക്കും ഇങ്ങനത്തെ കാര്യങ്ങൾ യേശു കർത്താവാണെന്ന് പറയാൻ പറ്റത്തില്ല. അപ്പൊ എപ്പോഴാണ് ആത്മാവിന്റെ നിറവ് വേണ്ടത്? ഇത് പറയാൻ പറ്റാത്തപ്പോൾ. അപ്പോൾ ആ സമയത്ത് തന്നെ ചോദിച്ചോണം. ഇന്നത്തെ ബോസിന്റെ മുഖം കാണുമ്പോഴേ നമുക്കറിയാം, അല്ലെങ്കിൽ ഇന്നത്തെ പ്രത്യേക സാഹചര്യം ജോലി സ്ഥലത്ത് ചെല്ലുമ്പോഴേ നമുക്കറിയാം ഫേവറബിൾ അല്ല. അപ്പം ഇന്ന് എനിക്ക് കൂടുതൽ കൃപ ആവശ്യമുണ്ട്. അപ്പം ദൈവത്തോട് പറയണം, എനിക്ക് പരിശുദ്ധാത്മാവിന്റെ നിറവ് എനിക്ക് കൂടുതൽ വേണം. ആത്മാവിലല്ലാതെ ഈ സാഹചര്യം ദൈവമാണ് നിയന്ത്രിക്കുന്നതെന്നും ഈ അന്യായം ദൈവം അനുവദിച്ചിട്ടാണ് സംഭവിച്ചതെന്നും എനിക്ക് പറയണമെങ്കിൽ എനിക്ക് പരിശുദ്ധാത്മാവിന്റെ ശക്തി ഇല്ലാത്ത സാധ്യമേ അല്ല. അപ്പൊ എന്ത് ചെയ്യണം? ശക്തി ആവശ്യമുണ്ടെങ്കിൽ എന്ത് വേണം? ഞാൻ ചോദിക്കണം. ചോദിക്കുന്നവർക്ക് ഇഷ്ടം പോലെ കൊടുക്കാമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. കൊടുക്കാന്ന് പറഞ്ഞാൽ കൊടുക്കും. അതിന് ഒരു ഉദാഹരണം കൂടെ പറഞ്ഞു. ഈ ഭൂമിയിലുള്ള മാതാപിതാക്കളോട് മക്കൾ എന്തെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അവര് അതിനെ നൽകാതിരിക്കുമോ? അപ്പം ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ? ഇല്ല. അങ്ങനെയാണെങ്കിൽ അത് ദോഷികളായിരിക്കുന്ന ലിമിറ്റേഷനുള്ള ഫാദേഴ്സ് അങ്ങനെ ചെയ്യുന്നതെങ്കിൽ യാതൊരു ലിമിറ്റേഷനും ഇല്ലാത്ത സകലവിധ നന്മയുടെയും പൂർത്തീകരണമായിരിക്കുന്ന സമ്പൂർണതയായിരിക്കുന്ന ദൈവം തൻ്റെ മക്കള് ദൈവത്തോട് ചോദിച്ചാൽ ആ ശക്തി നൽകാതിരിക്കുമോ? അത് കൊടുക്കാതെ ഇങ്ങനെ പിടിച്ചു വെച്ചുകൊണ്ടിരിക്കുമോ? അങ്ങനെ ഒരിക്കലും ചെയ്യുകയില്ല. അപ്പം നമ്മൾ ആ ഒരു വിശ്വാസത്തോടെ കർത്താവിനെ എനിക്ക് ഇതിനുള്ള ശക്തി തരണേന്ന് പ്രാർത്ഥിച്ചാൽ അപ്പം തരും നമുക്ക്. നമ്മളെ ശരീരത്തിലും ആത്മാവിലും ഏതെല്ലാം തരത്തിൽ ബലപ്പെടുത്തണോ അവിടെ എല്ലാം ബലപ്പെടുത്തും. അതൊരു പിറുപിറുപ്പും ഇല്ലാതെ സ്വാതന്ത്ര്യത്തോടെ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ ചെയ്തു കഴിയുമ്പോൾ എൻ്റെ ഉള്ളിൽ ഞാനാണ് ശരിക്കും പറഞ്ഞാൽ കിങ് ആയി മാറിയത്. എന്നെ ഭരിക്കാൻ വേണ്ടിയിട്ട് എൻ്റെ ജഡത്തിലൂടെ വ്യാപരിച്ച് വന്നിരുന്ന ആ ഒരു ദുഷ്ടത ഉണ്ടല്ലോ, ആ ഒരു പിറുപിറുക്കാനുള്ള പരാതി പറയാനുള്ള ആ ഒരു ആത്മാവ് അന്നേരം അങ്ങ് കെട്ടുപോവുക, അതിൻ്റെ ശക്തി അങ്ങ് പോവുക. ഒരു ചെറിയ മെഴുകുതിരി അവിടെ കത്തിച്ചു. അപ്പോഴത്തേക്കുണ്ടാവും ഈ പരാതിയും വെറുവെറുപ്പും എല്ലാം അങ്ങ് പോയി. യേശുവിനെ കർത്താവായി വിശദീകരിച്ചു എന്നുള്ളതിന്റെ തെളിവ് എന്നാണെന്നറിയാമോ? ആ വചനം ഞാൻ കൈക്കൊള്ളുന്നുള്ള തെളിവ് എന്താണെന്നറിയാമോ? ആ വചനം കൈക്കൊണ്ടപ്പം ഞാൻ സമ്മതിക്കുകയാണ്, ലോർഡ്, ഐ ഹാവ് നോ റൈറ്റ് ടു കംപ്ലൈൻറ്റ്. എനിക്ക് പിറുപിറുക്കാനോ പരാതി പറയാനോ യാതൊരു അവകാശവുമില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഞാൻ അങ്ങയെ കൈക്കൊള്ളുന്നു, കർത്താവായിട്ട് അംഗീകരിക്കുന്നു, സ്വീകരിക്കുന്നു. ഈ സാഹചര്യത്തിന്റെ കർത്താവായിട്ട് ഞാൻ അംഗീകരിക്കുന്നു. ഇത് അങ്ങയുടെ ഹിതത്തിലും അങ്ങയുടെ അനുവാദത്തിലും സംഭവിച്ചുവെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എന്ന് വെച്ചാൽ അവിടെ പിന്നെ ഇനി എൻ്റെ റൈറ്റ് ഞാൻ കളഞ്ഞു. ഇനി കർത്താവിൻ്റെ കർത്തൃത്വത്തിന് ഞാൻ കീഴ്പ്പെടുക. അപ്പോൾ അവിടെ ഞാൻ എങ്ങനെ പെരുമാറേണ്ടത്? ദൈവത്തിൻ്റെ ആത്മാവ് എങ്ങനെയാണോ ആയിരിക്കുക അതുപോലെ ഞാൻ ചെയ്യാനായിട്ട് ദൈവം എന്നെ സമർപ്പിക്കുന്നു. അപ്പോൾ ദൈവം തൻ്റെ ശക്തി തരും. അപ്പോൾ എനിക്ക് ആത്മാവിൻ്റെ നിറവ് ചോദിച്ചു, അതിനുള്ള ശക്തിയും ദൈവം എനിക്ക് തരും. അപ്പോൾ പൗലോസ് പറഞ്ഞത്, നമുക്ക് ഇതിലേക്ക് തന്നെ മടങ്ങി വരാം. ഏഴാം വാക്യത്തിൽ, എന്നാൽ കല്ലിൽ അക്ഷരമായി കൊത്തിയ മരണ ശുശ്രൂഷ നീക്കം വരുന്നതായ മോശയുടെ മുഖ തേജസ് നിമിത്തം ഇസ്രായേൽ മക്കൾക്ക് അവന്റെ മുഖത്ത് നോക്കിക്കൂടാവുന്ന തേജസ് ഉള്ളതായിരുന്നെങ്കിൽ അത്രേ ഉള്ളൂ. ഈ നല്ല പ്രമാണങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും നല്ല പ്രമാണങ്ങളെല്ലാം കൊടുത്തു കഴിഞ്ഞപ്പം അവരുടെ ജീവിതത്തിൽ ആ പ്രമാണം കേട്ട് കഴിഞ്ഞപ്പോൾ വലിയ സന്തോഷം ഉണ്ടായി. മോശ തന്നെ ഒരിക്കൽ പറഞ്ഞു, ഇതുപോലെ നല്ല ന്യായപ്രമാണം കിട്ടിയ വേറെ ഒരു ശ്രേഷ്ഠ ജാതി ഈ ഭൂതലത്തിൽ വേറെ എവിടെയുണ്ട്? എങ്ങനെയാണ് ഓരോ സാഹചര്യങ്ങളിലും റൈറ്റ് ആയിട്ട് പെരുമാറേണ്ടതെന്നും ഒക്കെ എഴുതി വച്ചിരിക്കുന്ന അങ്ങനെ ഒരു പ്രമാണം കിട്ടിയ ഒരു ജാതി വേറെ എവിടെയുണ്ട്? നമ്മൾ സാധാരണ ഇവിടെ അമേരിക്ക വരുമ്പോൾ ആൾക്കാർ പറയാറുണ്ട്, ഇവിടെ എന്തോ ഒരു സ്വാതന്ത്ര്യമാണ്, ഇൻഡിവിജ്വലായിട്ട്, അതായത് എനിക്ക് എന്നെ തന്നെ ഞാനായിട്ട് തന്നെ അവതരിപ്പിക്കുന്നതിന്, എൻ്റെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നതിനോ ഒക്കെ എനിക്ക് ഭയങ്കര സ്വാതന്ത്ര്യമാണ്. അതായത് ഒരു മനുഷ്യൻ്റെ അവൻ്റെ വ്യക്തിത്വത്തെ അങ്ങേയറ്റം മാനിക്കുന്ന ഒരു രാജ്യമാണിത്. അപ്പം ഇത് എങ്ങാനും പോയി നോർത്ത് കൊറിയ ചെയ്താൽ പിന്നെ തല കാണില്ല. അപ്പോൾ അതുപോലെ അത്രയും സ്വാതന്ത്ര്യമുണ്ട്. അതുകൊണ്ട് ഇതൊരു വലിയ മഹത്തായ രാഷ്ട്രം അത്ര, ഇതാണ് ഞങ്ങളുടെ രാഷ്ട്രത്തിൻ്റെ ഗ്ലോറി എന്നൊക്കെ പറയാറുണ്ട്, ഇവിടെ പലരും പറയാറുണ്ട്. അപ്പം നമ്മുടെ ജീവിതത്തിൽ എന്ന് പറഞ്ഞ പോലെ ഈ പ്രമാണം കൊടുത്തു കഴിഞ്ഞിട്ട് അവർ പറയുകയാണ്, ഇത്ര ശ്രേഷ്ഠമായൊരു പ്രമാണം കിട്ടിയ വേറെ ഒരു ജാതി വേറെ ഏതുണ്ടെന്ന് മോശ ചോദിക്കുകയാണ്. അപ്പം ഈ പ്രമാണം കേൾക്കുമ്പം ഇപ്പം നമ്മൾ തന്നെ ഇപ്പം ഇവിടെ വന്നു കഴിഞ്ഞ് ആൾക്കാർ ഇത്ര സ്വാതന്ത്ര്യം, എന്തൊരു സ്വാതന്ത്ര്യം എന്ന് പറഞ്ഞ് ഇവിടെ ആൾക്കാർ അനുഭവിക്കുമ്പോൾ അവർക്ക് അതിലൊരു സന്തോഷമുണ്ട്, അതിലൊരു ഗ്ലോറി ഉണ്ട്. അതുപോലെ ഈ മോശയുടെ മുഖത്ത് ഒരു തേജസ് ഉണ്ടായിരുന്നു ഈ പ്രമാണം കെട്ടിക്കഴിഞ്ഞപ്പോൾ. പക്ഷെ ഒരു കുഴപ്പമുണ്ട്, ആ തേജസ് വാടുന്നതായിരുന്നു. അതിങ്ങനെ ആ പ്രമാണം അവിടെ കിടപ്പുണ്ട്, പക്ഷെ പ്രമാണത്തെ അനുസരിക്കാൻ പറ്റുന്നില്ല. വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് മുഖം വാടി.
അല്ലെങ്കിൽ അനുകൂലമല്ലാത്ത എൻ്റെ കോവർക്കേഴ്സ് എനിക്കെതിരെ എന്തെങ്കിലും അവിടെ ഒരു പരിപാടി ഒപ്പിച്ചു വെച്ചു. ഉടനെ തന്നെ അന്നത്തെ ദിവസം പോയി, എൻ്റെ മൂഡ് പോയി, എല്ലാം പോയി, എൻ്റെ തേജസ്സും പോയി, എല്ലാം പോയി. പക്ഷെ ഇതങ്ങനെ അല്ല, അങ്ങനെ വാടുന്ന തേജസ് അല്ല എന്നാ പറഞ്ഞത്. ക്രിസ്തുവിന്റെ മുഖത്ത് വെളിപ്പെട്ട തേജസ് മങ്ങുന്നതായിരുന്നില്ല, അത് ദൈവത്തിന്റെ ജീവനായിരുന്നു. ദൈവത്തിന്റെ ജീവന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ അത് നശിപ്പിക്കപ്പെടുകയില്ല. എബ്രായ ലേഖനം 7:15 പറഞ്ഞിട്ടുണ്ട്, അഴിഞ്ഞു പോകാത്ത ജീവന്റെ ശക്തിയാൽ ഉളവായ ഒരു പ്രമാണത്തിൽ നിന്നും ഉരുവായ ഒരു ശുശ്രൂഷയാൽ അത്ര യേശുക്രിസ്തു ശുശ്രൂഷ ചെയ്തത്. അതായത് ദൈവത്തിന്റെ ജീവനെ കൊണ്ടാണ് ശുശ്രൂഷ ചെയ്തത്. അതുകൊണ്ടാണ് അനേകരെ തേജസ്സിലേക്ക് നയിക്കാൻ അവന് കഴിഞ്ഞത്. അനേക കഷ്ടങ്ങളിലൂടെ തൻ്റെ പുത്രനെ നടത്തി ആ പുത്രൻ അനേകരെ തേജസ്സിലേക്ക് നയിക്കാൻ ഇടയാക്കി തീർത്തു. കാരണം അവൻ്റെ പേനയിൽ മഷിയും ഉണ്ടായിരുന്നു. മനുഷ്യർ വില്ലിങ് ആയ ഹൃദയങ്ങളിൽ അവൻ എഴുതാൻ സ്വാതന്ത്ര്യം കൊടുത്തവർക്കൊക്കെ അവൻ നന്നായി ദൈവത്തിൻ്റെ പ്രമാണം എഴുതി കൊടുക്കുകയും ചെയ്തു. അത് കൈക്കൊണ്ടവരൊക്കെ, ഉള്ളിലേക്ക് സ്വീകരിച്ചവരൊക്കെ, അതിനോട് മറുവറുപ്പില്ലാതെ ഏറ്റെടുത്തവരൊക്കെ ആ തേജസ്സിനാൽ വിളങ്ങുകയും ചെയ്തു. അതിൻ്റെ അർത്ഥം എൻ്റെ ജീവിതത്തിൽ എന്നെ ബാധിക്കുന്നില്ല. എൻ്റെ ചില ദിവസങ്ങളൊക്കെ നമുക്ക് ഭയങ്കര പ്രഷർ തോന്നും, അല്ലെങ്കിൽ വളരെ വിഷമം തോന്നും. നമ്മൾ ചിലപ്പോൾ നന്നായി ചെയ്യുന്നതൊന്നും മാനിക്കപ്പെടണമെന്ന് പോലുമില്ല, അത് നോട്ട് ചെയ്യണമെന്നുമില്ല. അങ്ങനെ ഇരുന്ന് നമ്മളെല്ലാം ചെയ്തു കഴിഞ്ഞ് ചിലപ്പോൾ നമ്മോട് പിന്നെയും ചില കാര്യങ്ങൾ ആവശ്യപ്പെടുമ്പോൾ നമ്മുടെ ഉള്ളിൽ വളരെ ശക്തമായിട്ട് തന്നെ അതിനോട് എതിർക്കാനൊക്കെ ഉള്ളിലുള്ള ഭയങ്കര ഒരു രോഷം, ധാർമ്മിക രോഷം എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതിനെ. അങ്ങനെയുള്ളതൊക്കെ പൊങ്ങി വരും. ആ സമയത്ത് എൻ്റെ തേജസ് വാടിപ്പോവും. അതുകൊണ്ട് അത് അനുവദിക്കാൻ പറ്റത്തില്ല. ഇരുളിനെ അങ്ങനെ കീഴടക്കാൻ അനുവാദം കൊടുക്കാൻ പറ്റില്ല. ഞാനത് തീരുമാനിക്കുന്നത്. എൻ്റെ ഹൃദയത്തിലേക്ക് പ്രവേശിക്കേണ്ടത് എന്നാന്നുള്ളത് ഞാനാ തീരുമാനിക്കുന്നത്. മാർക്കോസിന് സുവിശേഷം 7-ാം അധ്യായത്തിൽ യേശു പറഞ്ഞു, പുറമേ നിന്ന് വരുന്ന യാതൊന്നും മനുഷ്യനെ അശുദ്ധനാക്കാൻ സാധിക്കില്ല. അപ്പോൾ ദൈവജനം അവിടെ അങ്ങനെ എഴുതിയെങ്കിൽ അവിടെ പിന്നെ ഫുൾ സ്റ്റോപ്പ്. ഞാൻ അവിടെ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിലും എൻ്റെ സാഹചര്യം വ്യത്യസ്തമാണെന്നോ, അല്ലെങ്കിൽ ഇതൊരു പെക്യൂലിയർ ആയിരിക്കുന്ന ഒരു പ്രത്യേകതയുള്ള സാഹചര്യമാണെന്നൊക്കെ പറഞ്ഞ് എനിക്ക് ഒഴിവൊഴി പറഞ്ഞാൽ, അല്ലെങ്കിൽ എൻ്റെ ജീവിത പങ്കാളി ഇങ്ങനെയാണെന്നും പറഞ്ഞ് ഒഴിഞ്ഞു മാറാൻ എനിക്ക് പറ്റത്തില്ല. കർത്താവ് പറഞ്ഞാൽ പറഞ്ഞത് തന്നെ. അവൻ്റെ വചനത്തിന് യാതൊരു വള്ളിക്കോ പുള്ളിക്കോ വ്യത്യാസം വരത്തില്ല. പുറമേ നിന്ന് വരുന്നത് അശുദ്ധമാക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഇല്ല, അത് ആദ്യം കൈക്കൊള്ളണം. അതിന് ഞാൻ ഈൽഡ് ചെയ്യണം. അതിന് ഞാൻ താഴ്മയോടെ തൻ്റെ വചനത്തെ കൈക്കൊള്ളണം. താഴ്മയോടെ കൈക്കൊണ്ടാലേ രക്ഷിക്കപ്പെടത്തുള്ളൂ. യാക്കോബ് എഴുതുമ്പോഴത്തേക്കും പറയുന്നുണ്ട്, ദൈവത്തിന്റെ വചനം ഐശ്വര്യമായി നിങ്ങളുടെ ഹൃദയങ്ങളിൽ വസിക്കട്ടെ. അപ്പൊ ഞാൻ അതിന്റെ അർത്ഥം മനസ്സിലാകാത്തതാണ്. ഇംഗ്ലീഷിൽ തപ്പിയപ്പോൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്, ലെറ്റ് ദ വേർഡ് ഓഫ് ഗോഡ് ഹാസ് എ ഫ്രീ കോഴ്സ് എമംഗ് യു. നിങ്ങളുടെ വചനം അവിടെ ഹൃദയത്തിനകത്തോടെ ഇങ്ങനെ ഫ്രീ ആയിട്ട് മൂവ് ചെയ്യട്ടെ. അവിടെ ഒരു ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവരുതെന്ന്. അങ്ങനെ വരുമ്പോഴാണ് ആ വചനം എന്നെ രക്ഷിക്കുന്നത്. അപ്പം നമുക്ക് അങ്ങനെയുള്ള ഒരു ജീവിതമാണ് ദൈവം നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. ഒക്കെ ഞാൻ ഇനി എളുപ്പം ഇങ്ങോട്ട് വരാം. ഈ നീക്കം വരുന്നതായ തേജസ്, അതായത് മോശ വഴി കൊടുത്തതായ ന്യായപ്രമാണമൊക്കെ ശ്രേഷ്ഠതയുള്ളത് തന്നെയാണ്, ആ പ്രമാണങ്ങളൊക്കെ. പക്ഷെ അതിന് നീക്കം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അതിനൊരു ഒരു അത് മങ്ങുന്നതായിരുന്നു. പക്ഷേ അങ്ങനെ അത് എന്നിട്ട് പോലും അത് തേജസ് ഉള്ളതായിരുന്നെങ്കിൽ നിലനിൽക്കുന്നതായിരിക്കുന്നത്, അതായത് ആത്മാവിന്റെ പ്രമാണം എത്ര തേജസ് ഉള്ളതായിരിക്കും. 15-ാം വാക്യം അത് പറയുന്നത്, ആത്മാവിന്റെ പ്രമാണം. റോമാലേഖനം 8-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, യേശുക്രിസ്തുവിലുള്ള ജീവന്റെ പ്രമാണം എന്നെ പാപത്തിന്റെയും മരണത്തിന്റെയും പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. അപ്പൊ ആ ഒരു പ്രമാണത്തിന്റെ കീഴിലേക്ക് ഞാൻ വരുമ്പോഴാണ്, അതിനെ ഞാൻ കൈക്കൊള്ളുമ്പോഴാണ് എനിക്ക് ആ സ്വാതന്ത്ര്യം അനുഭവിക്കാനായിട്ട് പറ്റുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ 12-ാം വാക്യം, ഈ വിധം പ്രത്യാശയുള്ളവരായി ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു. നമുക്കറിയാമല്ലോ, നമുക്ക് പ്രത്യാശ കൊടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് നമ്മളെല്ലാവരും കൂടി വന്ന് പരസ്പരം എൻകറേജ് ചെയ്യാൻ പറഞ്ഞത്. പ്രത്യാശ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നമുക്ക് തന്ന ഉറപ്പുകളൊക്കെ മറ്റൊരാളോടും കൂടെ പങ്കുവയ്ക്കുക. അപ്പം നമ്മുടെ ഹൃദയത്തിന് ദൈവം നമ്മോട് സംസാരിച്ച് നമ്മളെ ഉറപ്പിച്ച കാര്യങ്ങൾ, നമ്മളെ പ്രോത്സാഹിപ്പിച്ച കാര്യങ്ങൾ, നമ്മളെ വെല്ലുവിളിച്ച കാര്യങ്ങൾ, നമുക്ക് ഹോപ്പ് തന്ന കാര്യങ്ങൾ, നമ്മുടെ വിശ്വാസം ശക്തിപ്പെടുത്തിയ കാര്യങ്ങൾ നമ്മൾ മറ്റുള്ളവരോട് പറയുമ്പോൾ അവർക്കും അതേ വഴിയിലൂടെ വരാനായിട്ട് പറ്റും. അവർക്കും അതിൻ്റെ പ്രയോജനം കിട്ടും. അതുകൊണ്ട് ഈ വിധം പ്രത്യാശയുള്ളവരെ ഞങ്ങൾ വളരെ പ്രാഗൽഭ്യത്തോടെ സംസാരിക്കുന്നു, വളരെ ബോൾഡായിട്ട് വളരെ ഉറപ്പോടെ സംസാരിക്കുന്നു. വളരെ പ്രാഗൽഭ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെൻ്റെ ജീവിതത്തിൽ
എന്തൊക്കെയോ ചെയ്യാൻ തുടങ്ങി. അതിൻ്റെ ഫലമായിട്ടാണ് അങ്ങനെ സംസാരിക്കാൻ പറ്റുന്നത്. 14 വാക്യം. എന്നാൽ അവരുടെ മനസ്സ് കഠിനപ്പെട്ടു പോയി. പഴയ നിയമം വായിക്കുമ്പോഴേക്കും ഈ മൂടുപടം നീങ്ങാതെ ഇന്ന് വരെ ഇരിക്കുന്നുവല്ലോ. അത് ക്രിസ്തുവിൽ നീങ്ങിപ്പോകുന്നു. മോശയുടെ പുസ്തകം വായിക്കുമ്പോൾ മൂടുപടം ഇന്നയോളം അവരുടെ ഹൃദയത്തിൽ കിടക്കുന്നു. കർത്താവിങ്കിലേക്ക് തിരിയുമ്പോഴോ മൂടുപടം നീങ്ങിപ്പോകും. കർത്താവ് ആത്മാവാകുന്നു. കർത്താവിൻ്റെ ആത്മാവുള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട്. എന്നാൽ മൂടുപടം നീങ്ങിയ മുഖത്ത് കർത്താവിൻ്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിൻ്റെ ദാനമായി തേജസ്സിന്മേൽ തേജസ് പ്രാപിച്ച് അതേ പ്രതിമയായി രൂപാന്തരപ്പെടുന്നു. ഇവിടെ നമ്മൾ സാധാരണഗതിയിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കുന്ന ഒരു വേർഡാണ്. പലരും ഇന്ന് കർത്താവിൻ്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് പറഞ്ഞ്, പണ്ട് കാലത്തൊക്കെ ഞാൻ മീറ്റിങ്ങിനൊക്കെ പോകുന്ന സമയത്ത് അവിടെ ഭയങ്കര പാട്ടിലും സ്തോത്രവും സ്തുതിയും അന്യഭാഷയൊക്കെ വന്നു കഴിഞ്ഞിട്ട് പറയും, കർത്താവിൻ്റെ ആത്മാവ് വളരെ സ്വാതന്ത്ര്യത്തോടെ ഇന്ന് എനിക്ക് ശുശ്രൂഷിക്കാനായിട്ട് ആയി എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് വാസ്തവം പറഞ്ഞാൽ എനിക്ക് അതിനോടൊന്നും അത്ര എനിക്ക് അന്ന് തന്നെ സംശയം ഉണ്ടായിരുന്നു. പക്ഷെ ഇന്ന് എനിക്ക് പറയാൻ കഴിയും, കർത്താവിലേക്ക് തിരിയുമ്പം ഞാൻ ആത്മാവിൽ അനുഭവിക്കുന്ന സ്വാതന്ത്ര്യമാണ്. ഒരു വ്യക്തിയുടെ പ്രമാണത്തിൽ നിന്നും ഞാൻ സ്വതന്ത്രനായിട്ട് ആത്മാവിൻ്റെ തലങ്ങളിലേക്ക് നോക്കാനായിട്ട് പറ്റുമ്പോൾ, അല്ലെങ്കിൽ പ്രമാണം എന്ന് പറഞ്ഞാൽ അക്ഷരം എഴുതി വെച്ചിരിക്കുക, ഇങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്യരുത്, കോപിക്കരുത്, പിറുവെക്കരുത്, പരാതി പറയരുത്, അങ്ങനെയുള്ള കുറേ പ്രമാണങ്ങളിൽ നിന്നും എൻ്റെ ആത്മാവിനെ ആ നോട്ടം മാറ്റിയിട്ട് യേശുക്രിസ്തുവിൻ്റെ മഹത്വത്തെ കാണാനായിട്ട് എനിക്ക് പറ്റുക ചെയ്യുന്നു. അപ്പം നമുക്കറിയാം, കുട്ടികൾക്ക് നമ്മൾ ഒരു ജോലി ചെയ്യാൻ ഏൽപ്പിച്ചിട്ട് അവർ പറയും, അയ്യോ എനിക്ക് പറ്റത്തില്ല, അത് ഒരു റൂം ക്ലീൻ ആക്കാൻ പറഞ്ഞെന്ന് വിചാരിച്ചു, ബാത്റൂം പോയി ഒന്ന് കഴുകി വൃത്തിയാക്കി, ഇന്നൊരു ഗസ്റ്റ് ഇവിടെ വരുന്നുണ്ട്, അതുകൊണ്ട് നിങ്ങൾ പോയി കഴുകാൻ പറയും. അപ്പോൾ പിള്ളേർ കളിച്ചുകൊണ്ടിരിക്കുന്നത് നമ്മൾ വിളിച്ചതാണ്. അപ്പോൾ ആ വിളിച്ചത് തന്നെ അവർക്ക് ഇഷ്ടമായില്ല, മുഖമൊക്കെ വീർപ്പിച്ച് ഇങ്ങനെ വന്നു. അത് കഴിഞ്ഞ് ചെയ്യാൻ പറഞ്ഞ്, അപ്പോൾ അതെടുക്കാൻ പറഞ്ഞ്, ഇതെവിടെയാ, അപ്പോൾ 100 ചോദ്യം ചോദിക്കും, ചൂലെവിടെയാ, അതെവിടെയാ, സൊല്യൂഷൻ എവിടെയാ, എല്ലാം നമ്മൾ പുറകെ നടക്കാൻ നിൽക്കണം. അപ്പോൾ ചിലപ്പോൾ അമ്മയ്ക്ക് തോന്നുന്നുണ്ടാവും, അവരെ വിളിക്കുന്ന കാര്യം എനിക്കതങ്ങ് ചെയ്താൽ മതിയായിരുന്നു. ആട്ടെ, അവരെ ഇനി ഈ കുത്തി വീർത്ത മുഖമായിട്ട് അവർ ഇങ്ങനെ ചെയ്യാം വീഴ്ത്തുന്നിടയ്ക്ക്. അതിനിടയ്ക്ക് നമ്മൾ ചെന്നിട്ട് പറയാം, അതെല്ലാം നല്ല ക്ലീൻ ആയിട്ട് ചെയ്തു തരികയാണെങ്കിൽ ഓരോ കപ്പ് ഐസ്ക്രീം മേടിച്ചു തരാമെന്ന് പറഞ്ഞാലോ, എന്തൊരു സന്തോഷത്തോടെ ആയിരിക്കും ആ പിള്ളേരെ ചെയ്യുന്നത്, അല്ലേ? അപ്പോൾ അവരുടെ ജീവിതത്തിൽ ഈ കിട്ടാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ചുള്ള ബോധ്യം, ഐസ്ക്രീമിൻ്റെ ടേസ്റ്റ്, ഇതെല്ലാം അവരുടെ ഹൃദയത്തിൽ കിട്ടി, ഉള്ളിൽ ശരിക്കും അത് ചെയ്യായിരിക്കും ചിലപ്പോൾ ചെയ്യുന്നത്. അവർക്ക് അന്നേരം കിട്ടിയതുപോലെ അവരത് ചെയ്യുന്നത്. പ്രോമിസ് ചെയ്ത ആള് വാക്ക് മാറാത്തവനായെന്ന് നല്ല ഉറപ്പുണ്ട്. അപ്പനമ്മയും തെറ്റിച്ച് തരാന്നറിയാം. അതുകൊണ്ട് അവർക്ക് ഒരു സംശയമില്ല, അവർ വളരെ സന്തോഷത്തോടെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ ചെയ്ത് വൃത്തിയാക്കി ഭംഗിയാക്കി ഇട്ടിട്ട് പോകും. നമ്മളും ഇതുപോലെ കർത്താവിൻ്റെ ആ ഒരു വാഗ്ദത്തങ്ങളിലുള്ള മഹത്വം, അതിൻ്റെ ടേസ്റ്റ് നമ്മൾ കാണുകയാണെങ്കിൽ നമുക്ക് സ്വാതന്ത്ര്യത്തോടെ അനുസരിക്കാനായിട്ട് പറ്റും, ഹൃദയത്തിൽ ഇടുക്കമില്ലാതെ അനുസരിക്കാനായിട്ട് പറ്റും. ഇങ്ങനെയുള്ള ഒരു ഉന്നതമായൊരു വിളിയിലേക്കാണ് ദൈവം നമ്മളെ വിളിച്ചിരിക്കുന്നത്. അനി ഇത് മനസ്സിലാവണമെങ്കിൽ ഒരു കാര്യം കൂടെ ഉണ്ട്, അതും കൂടെ പറഞ്ഞിട്ട് ഞാനിവിടെ അവസാനിപ്പിക്കാം. ഗലാത്യ ലേഖനം 1:15. എങ്കിലും എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചിരിക്കുന്ന ദൈവം തൻ്റെ പുത്രനെക്കുറിച്ചുള്ള സുവിശേഷം ഞാൻ ജാതികളുടെ ഇടയിൽ അറിയിക്കേണ്ടതിന് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചപ്പോൾ ഞാൻ മാംസരക്തങ്ങളോട് ആലോചിക്കുകയോ ഒന്നും ചെയ്തില്ല. മാംസരക്തങ്ങളോട് ആലോചിച്ചോ ഇല്ലയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും അല്ല എൻ്റെ പ്രധാന പോയിന്റ്. എൻ്റെ പോയിന്റ് ഇവിടെ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന കാര്യം ഇതാണ്: എൻ്റെ ജനനം മുതൽ എന്നെ വേർതിരിച്ച് തൻ്റെ കൃപയാൽ വിളിച്ചു. കർത്താവ് ജനനം മുതൽ വേർതിരിച്ചെങ്കിലും ഞാൻ കർത്താവിനെതിരായിട്ടാണ് പോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ദൈവം കരുണ കാണിക്കുകയും കൃപ കാണിക്കുകയും ചെയ്തില്ലായിരുന്നെങ്കിൽ എനിക്ക് അവനെ അറിയാൻ പറ്റില്ലായിരുന്നു. പൗലോസിന് നല്ല ബോധ്യമുണ്ട്. എന്നെ വേർതിരിച്ചതാണെന്നും പറഞ്ഞുകൊണ്ടിരുന്നോണ്ട് കാര്യമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ തലതിരിഞ്ഞായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് എന്നെ വേർതിരിച്ച ദൈവം, അത് എൻ്റെ കഴിവിനാലായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും വരത്തില്ലായിരുന്നു ഈ ക്രിസ്തു മാർഗത്തിലേക്ക്. ഞാനൊരു പക്ഷേ ദൈവത്തോട് ശത്രുതയിൽ ജീവിച്ച് അവസാനം നരകത്തിൽ ചെന്നെത്തുമായിരുന്നു. എന്നാൽ കരുണ കാണിച്ച മഹാദൈവം ജാതികളോട് ക്രിസ്തുവിൻ്റെ അപ്രമേയ ധനത്തെക്കുറിച്ച് പ്രസംഗിക്കാൻ വേണ്ടിയിട്ട്, അത് വേറെ സ്ഥലത്താണ് എഴുതിയിരിക്കുന്നത്, അപ്രമേയ ധനം എന്നുള്ള വാക്ക്, ക്രിസ്തുവിൽ അടങ്ങിയിരിക്കുന്ന
സമ്പത്ത്, ധനത്തിന്റെ ശ്രേഷ്ഠത, ആത്മീയതയുടെ ശ്രേഷ്ഠത, അതിന്റെ ദ ഓപ്പർച്യൂണിറ്റീസ് ടു ഇൻഹെറിറ്റ് ദ ലൈഫ് ഓഫ് ഗോഡ് ഇൻ ദിസ് മോർട്ടൽ ബോഡി. എൻ്റെ ഈ അഴിഞ്ഞു പോകുന്ന ശരീരത്തിൽ തന്നെ ഞാൻ വസിക്കുമ്പോൾ തന്നെ ആ ഒരിക്കലും നശിക്കപ്പെടാത്തതായ ജീവന്റെ പ്രവൃത്തി ഉളവാക്കാൻ കഴിയുന്ന ജീവന്റെ പ്രമാണത്തിലേക്ക്, ആ പ്രമാണത്തെക്കുറിച്ച് പറയാൻ, ആ സുവിശേഷം പറയാനായിട്ട് എന്നെ വിളിച്ച ദൈവം എന്ന് പറയാണ്. ആ വിളിച്ച ദൈവം എന്താ ചെയ്തത്? എൻ്റെ കുറച്ച് അറിവുകൾ എന്നാ നമുക്ക് പോയി പറഞ്ഞോന്ന് പറഞ്ഞ് വിടുകയല്ല ചെയ്തത്. തൻ്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷത്തെ അറിയാൻ വേണ്ടിയിട്ട് അവനെ എന്നിൽ വെളിപ്പെടുത്താൻ പ്രസാദിച്ചു. അപ്പം കർത്താവ് യേശു ക്രിസ്തുവിനെ എന്നിൽ വെളിപ്പെടുത്തുമ്പോൾ മാത്രമേ, വെളിപ്പെടുക എന്ന് പറഞ്ഞാൽ അവനെക്കുറിച്ചുള്ള ഒരു ശരിയായ ആത്മീയ ദൃഷ്ടിയിലൂടെ ഞാൻ നോക്കിക്കാണുന്നതിനെയാണ് ഉദ്ദേശിക്കുന്നത്. ഇംഗ്ലീഷ് ലൈനിൽ ഉപയോഗിച്ചിരിക്കുന്ന വേർഡ് റവലേഷൻ എന്നാണ്. റിവീൽ, വെളിപ്പെടുത്താൻ. റവലേഷൻ, എനിക്കൊരു വെളിപ്പാട് തന്നു, പുത്രനെ കുറിച്ചുള്ള വെളിപ്പാട്. അതെന്ന് വെച്ചാൽ ആത്മാവിന്റെ ദൃഷ്ടിയിലൂടെ മാത്രം കാണും. നമുക്ക് മാനുഷികമായിരിക്കുന്ന അറിവുകൊണ്ടോ മറ്റേതെങ്കിലും ഇന്ദ്രിയങ്ങൾക്കോ വിധേയമായ ഒരു അറിവല്ലത്. അത് ഒരു റവലേഷനാണ്. അത് ആത്മാവിന്റെ കണ്ണ് തുറന്നിട്ട് ഞാൻ അത് ഉള്ളതുപോലെ അതിനെ കണ്ടു. ആ തേജസ് കണ്ടു കഴിഞ്ഞിട്ട് ഞാൻ അതാണ് ഇപ്പൊ പ്രസംഗിക്കുന്നത്. അല്ലെങ്കിൽ വേർത്തി പറഞ്ഞാൽ ഇങ്ങനെ പറയാം, എൻ്റെ സുവിശേഷം എന്ന് പറയുന്നത് എനിക്ക് വെളിപ്പെട്ട ക്രിസ്തുവിനെ കുറിച്ചുള്ള ഒരു സന്തോഷ വാർത്തയത്രേ. അവനെ എനിക്ക് വെളിപ്പെട്ട് അവനിൽ എങ്ങനെയാണ് എൻ്റെ ജീവിതത്തിലെ ഈ പഴയ മനുഷ്യൻ നശിക്കപ്പെട്ടിട്ട് പുതിയൊരു മനുഷ്യനായി ഞാൻ മാറുന്നത് എങ്ങനെയാണ്, അതിൻ്റെ അകത്ത് അടങ്ങിയിരിക്കുന്ന ആ ഒരു സീക്രട്ടാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും ഇങ്ങനെയുള്ള ഒരു, അപ്പോൾ പൗലോസ് വേണമെങ്കിൽ വേറൊരു ഭാഷ കൂടെ ഇങ്ങനെ പറയാം, ഞാൻ നിങ്ങളോട് ഒരു പ്രത്യേക കാര്യം പറയാനാണ് കൊരിന്ത്യരെ ആഗ്രഹിക്കുന്നത്. അത് ഞാനിങ്ങനെ നേരത്തെ സെൻഹിദ്രി സംഘത്തിലൊക്കെ ആയിരിക്കണമെങ്കിൽ ഒത്തിരി കാര്യം പഠിക്കണമെന്ന് ഉണ്ടായിരുന്നു. അതെല്ലാം പഠിച്ചു കിട്ടിയ അറിവിൽ നിന്ന് കിട്ടിയതല്ല. പഴയ നിയമമെല്ലാം ഞാൻ കാണാപ്പാടമായി പഠിച്ചതിൽ നിന്ന് വരുന്ന നല്ലത്. അത് അറിവിന്റെ മേഖലയിൽ നിന്ന് ഉളവായതല്ല, ദൈവജനത്തെക്കുറിച്ചുള്ള അറിവിന്റെ വചനത്തിൽ നിന്നും ഉള്ളായതല്ല, മറിച്ച് വചനത്തിൽ കൂടെ എനിക്ക് കിട്ടിയ വെളിപ്പാടിൽ ആസ്പദമാക്കിയിരിക്കുന്ന ഒരു കാര്യമാണ് ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. അപ്പം നമ്മുടെ ജീവിതത്തിലും മറ്റ് സഹോദരി സഹോദരന്മാരോടും സഭയിലും എവിടെ ആയാലും നമ്മൾ ക്രിസ്തുവിൽ നിന്നും വെളിപ്പെട്ട് കിട്ടിയ ഒന്നിനെ കൊണ്ട് മാത്രമേ മറ്റൊരാളുടെ ജീവിതത്തെ, നമ്മുടെ ജീവിതത്തെയും പണിയാൻ പറ്റുള്ളൂ, വേറൊരാളുടെ ജീവിതത്തെയും പണിയാം. ആദ്യം നമ്മുടെ ജീവിതത്തെ പണിയണം. നമ്മുടെ ജീവിതത്തിലെ പണി നടക്കാതെ നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഹിപ്പോക്രറ്റ്സ് ആയി പോകും. ഹിപ്പോക്രസി എന്ന് ഞാൻ പറയുന്നില്ല. ഹിപ്പോക്രസി എന്ന് പറയുമ്പം അത് മനഃപൂർവ്വം ആക്ട് ചെയ്യുന്നവരാണ്. നമ്മളാരും മനഃപൂർവ്വം ആക്ട് ചെയ്യുന്നവരല്ലോ. പക്ഷെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായെങ്കിൽ മാത്രമേ വേറൊരാൾക്ക് അത് ഫലം കൊടുക്കാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പം ആ ഒരു ഉറപ്പും ധൈര്യവും ഉള്ളവരായിട്ട് നമ്മൾ ഇരിക്കട്ടെ. ദൈവം നമ്മളെ ബലഹീനതയിലേക്ക് നടത്തുന്നതിൻ്റെ കാരണം നമ്മളെ ഈ ഒരു തേജസ്സുള്ള ശുശ്രൂഷയുടെ വ്യക്താക്കളാക്കി തീർക്കാനായിട്ട് ദൈവം അതിയായിട്ട് ആഗ്രഹിക്കുന്നത് കൊണ്ടാണ്. ദൈവം അതിനുവേണ്ടി നമ്മെ സഹായിക്കട്ടെ. താങ്ക് യു ബ്രദേഴ്സ് ഫോർ ലിസണിങ്. കരുണാസമ്പന്നനായ സ്വർഗീയ പിതാവേ, ഞങ്ങൾക്ക് ഈ സമയം തന്നതിനായിട്ട് ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു. അങ്ങയുടെ കരുണാധിക്യ പ്രകാരം ലോകസ്ഥാപനത്തിന് മുമ്പുളവായ ഒരു അൻപാൽ ക്രിസ്തുവേശുവിൽ ഞങ്ങളെ വേർതിരിച്ച് ഇത്ര ശ്രേഷ്ഠമേറിയിരിക്കുന്ന ഒരു സുവിശേഷത്തിന്റെ മർമ്മം ഹൃദയങ്ങളെ പ്രകാശിച്ചു കിട്ടുവാൻ തക്കവണ്ണം കരുണ തോന്നിയ ദൈവത്തിന് ഞങ്ങൾ എല്ലാ മഹത്വവും നന്ദിയും സ്തുതിയും ആരാധനയും അർപ്പിക്കുന്നു. ഹൃദയത്തിൽ കർത്താവെ എപ്പോഴും അങ്ങേ ആരാധിക്കുവാനും നന്ദിയുള്ള ഹൃദയത്തോടെ ജീവിക്കുവാനും ഞങ്ങളെ പഠിപ്പിക്കണമേ. അധികം അളച്ചു കിട്ടിയവൻ അധികം സ്നേഹിക്കുന്നു. ഞങ്ങളിൽ പാപമില്ലാത്തതുകൊണ്ടല്ല, ഞങ്ങളുടെ പാപത്തിൻ്റെ ആഴങ്ങളും അതിൻ്റെ വലിപ്പവും ഞങ്ങൾ കാണാത്തത് കൊണ്ടാണ് ഞങ്ങൾക്ക് ആ ഇളച്ചതിൻ്റെ ആഴം അറിയാൻ കഴിയാത്തത്. അവിടുന്ന് ഞങ്ങളെ കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെ എപ്പോഴും താഴ്മയിൽ നന്ദിയുള്ള ഹൃദയത്തോടെ ഒന്നിനും യോഗ്യനല്ല എന്നുള്ള പൂർണ്ണ ബോധ്യത്തോടെ തന്നെ ഈ ഭൂമിയിൽ ജീവിക്കാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഈ പുതിയ നിയമത്തിൻ്റെ ശുശ്രൂഷ ഉള്ളവരായിട്ട് ഞങ്ങളെ എഴുന്നേൽപ്പിക്കണമേ. അങ്ങനെ ഞങ്ങളുടെ സഭയെ പണിയാൻ സഹായിക്കണമേ. ക്രിസ്തുവിൽ നിന്ന് വെളിപ്പെട്ട് വരുന്ന ആത്മാവിനെ തിരിച്ചറിയാനും ആ ആത്മാവിൽ നിന്ന് വരുന്നത് മാത്രം സ്വീകരിച്ച് ഞങ്ങളുടെ ഹൃദയങ്ങളെ ശുദ്ധീകരിച്ച് പണിയുവാനും സഹായിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, എല്ലാ സ്ഥലങ്ങളിലും അന്ത്യനാളുകളിൽ
അങ്ങേക്ക് വേണ്ടി നിർമ്മലമായിരിക്കുന്ന ഒരു സാക്ഷ്യത്തെ അങ്ങ് എഴുന്നേൽപ്പിക്കുമെന്ന് അങ്ങ് പറഞ്ഞിട്ടുണ്ടല്ലോ കർത്താവെ. അങ്ങയുടെ വരവിന് മുമ്പായിട്ട് അങ്ങനെയുള്ള ചെറിയ ചെറിയ കൊച്ചുകൂട്ടങ്ങൾ അവിടെ ഇവിടെയായിട്ട് ഓരോ കോണിലും ഒക്കെയും ഉണ്ടാകും. കുറച്ചൊക്കെ ഞങ്ങൾ അറിയുന്നു, ചിലതൊന്നും ഞങ്ങൾ അറിയുന്നില്ല. പക്ഷേ അറിഞ്ഞാലും അറിയാത്തതായിരുന്നാലും ഏതായാലും കർത്താവെ, ഈ ഒരു ആത്മാവിലും ഈ ഒരു വഴിയിലും ഈ ഒരു ജീവനിലും പോകുന്നവരുടെ കൂട്ടത്തെയാണ് അങ്ങ് കൈക്കൊള്ളാനായിട്ട് വരുന്നത്. അവരെയാണ് അങ്ങ് ചേർത്ത് കൊള്ളാനായിട്ട് വരുന്നത്. ആകയാൽ തൻ്റെ വധുവായി തീരുവാൻ, കാന്തയായി തീരുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്ന ഈ വിളിയെ നഷ്ടമാക്കി കളയാതെ ഞങ്ങൾക്ക് മുന്നോട്ട് പോകാൻ തക്കോണം അടിയനെയും ഈ വചനം കേട്ട എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, നിങ്ങളുടെ കൃപ ഞങ്ങളുടെ മേൽ തരണമേ. എല്ലാ സാഹചര്യങ്ങളിലും ക്രിസ്തുവിനെ കർത്താവായി വിശദീകരിപ്പാൻ തക്കോണം അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ, അതിനായിട്ടുള്ള പരിശുദ്ധാത്മാവിൻ്റെ നിറവ് ചോദിച്ചുകൊണ്ടേയിരിക്കാൻ, സംശയിക്കാതെ ചോദിച്ചുകൊണ്ടിരിക്കാൻ സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്ന കർത്താവെ, യേശുവിൻ്റെ നാമത്തിൽ.